നവകേരള സദസ്സിന്റെ പര്യടനം അങ്ങനെ പൂർത്തിയായിരിക്കുന്നു. കോലഞ്ചേരിയിലാണ്, കുന്നത്തുനാട്ടിലാണ് നവകേരള സദസ്സിന്റെ പര്യടനം അവസാനിക്കുന്നത്. ഞങ്ങളിപ്പോൾ നിൽക്കുന്ന തൃപ്പൂണിത്തുറയിലെ സ്റ്റാച്യു ജംഗ്ഷനിൽ നിന്ന് അല്പസമയം മുമ്പാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും കുന്നത്തുനാട്ടിലേക്ക് പോയത്. 140 മണ്ഡലങ്ങളിലൂടെയുമുള്ള യാത്ര പൂർത്തിയാക്കിയിരിക്കുന്നു. പ്രതിപക്ഷത്തോടപ്പോഴും ഭരണപക്ഷത്തിന് ചോദിക്കാൻ ഒരൊറ്റ ചോദ്യം മാത്രം: എവിടെയാണ് നിങ്ങൾക്ക് വിയോജിപ്പ്? പ്രഭാത ഭക്ഷണ സദസ്സിലോ, അതല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന നവകേരള സദസ്സിലോ, അതല്ലെങ്കിൽ പരാതി സമർപ്പിക്കുന്ന കൗണ്ടറിലോ? ഈ മൂന്നിടങ്ങളിൽ എവിടെയാണ് പ്രതിപക്ഷത്തിന്റെ വിയോജിപ്പെന്ന് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് മുഖ്യമന്ത്രി. അതേസമയം നവകേരള സദസ്സിന്റെ അന്ത്യകൂദാശ നടത്തുമെന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ DCC പ്രസിഡന്റിന് ഇന്ന് കനത്ത പ്രതിഷേധങ്ങൾ ഉയർത്താൻ സാധിച്ചു. നവകേരള സദസ്സ് സമാപിക്കുമ്പോൾ ജനസഭ തൃപ്പൂണിത്തുറയിൽ നിന്നും ചോദിക്കുന്ന ചോദ്യം ഇതാണ്: നവകേരള സദസ്സിന്റെ ബാക്കി പത്രം എന്ത്? തൃപ്പൂണിത്തുറയിലെ സ്റ്റാച്യു ജംഗ്ഷനിൽ നിന്നും തത്സമയം പ്രേക്ഷകർക്കൊപ്പം ചേരുന്ന ജനസഭയിൽ പങ്കെടുക്കുന്നത് നമ്മുടെ റിപ്പോർട്ടർമാർ. ഒന്ന് അർജുൻ മട്ടന്നൂർ, ലേബി സജീന്ദ്രൻ, ഒപ്പം അലി അക്ബർ ഷാ. ഇവർക്കൊപ്പം രാഷ്ട്രീയ അതിഥികളും നമുക്കൊപ്പം പങ്കെടുക്കുന്നു. CPM-ൽ നിന്നും KK പ്രദീപ് കുമാർ, തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി വൈസ് ചെയർമാൻ. ഒപ്പം അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, UDF പ്രതിനിധി, മുസ്ലിം ലീഗ് നേതാവ്. ഒപ്പം BJP-യിൽ നിന്നും അഡ്വക്കേറ്റ് P കൃഷ്ണദാസ് എന്നിവരാണ് ഈ ജനസഭയിൽ തത്സമയം പ്രേക്ഷകർക്കൊപ്പം ചേരുന്നത്. 140 മണ്ഡലങ്ങളിലൂടെയും നവകേരള സദസ്സിന്റെ പര്യടനം പൂർത്തിയാകുമ്പോൾ ആ ചോദ്യം ഇതാണ്: നവകേരള സദസ്സ് ബാക്കി വയ്ക്കുന്നത് എന്ത്? അതിനു മുൻപ് ഇന്നത്തെ 2 പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെയും നവകേരള സദസ്സിന്റെ വാർത്തകളും പ്രേക്ഷകർക്കൊപ്പം നമ്മൾ എത്തിക്കുന്നുണ്ട്. ആദ്യം അർജുൻ മട്ടന്നൂരിലേക്ക്. അർജുൻ മട്ടന്നൂർ, നവകേരള സദസ്സ് തൃപ്പൂണിത്തുറയിൽ എങ്ങനെയായിരുന്നു? വലിയ ആൾക്കൂട്ടം ഉണ്ടായിരുന്നോ? എന്തായിരുന്നു മുഖ്യമന്ത്രി തൃപ്പൂണിത്തുറയിൽ സംസാരിച്ചത്? തൃപ്പൂണിത്തുറയിൽ വലിയ ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഈ മുഖ്യമന്ത്രി വിവാദ വിഷയങ്ങളൊന്നും തന്നെ ഇവിടെ സംസാരിച്ചില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ പിറവത്തും അതുപോലെ തന്നെ തൃക്കാക്കരയിലുമൊക്കെ തന്നെ ഈ സജി ചെറിയാൻ വിഷയവുമായി ബന്ധപ്പെട്ട് ആ വിഷയം ഒക്കെ തന്നെ പരാമർശിച്ചിട്ടുണ്ട്. പക്ഷേ അത്തരം വിഷയങ്ങളൊന്നും തന്നെ ഇവിടെ പരാമർശിച്ചിട്ടില്ല. മാത്രവുമല്ല, സാധാരണ മറ്റ് നവകേരള സദസ്സിന്റെ മറ്റു വേദികളിൽ പറഞ്ഞതുപോലെ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെ സാമ്പത്തികമായി ഞെരുക്കുന്നു, അതിൽ പ്രതിപക്ഷം കൂടെ നിൽക്കുന്നില്ല. പ്രതിപക്ഷം എന്തുകൊണ്ടാണ് ഈ നവകേരള സദസ്സ് ബഹിഷ്കരിക്കുന്നത്, അതിനൊരു കാരണം പറയാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നും പറയുന്നു. മാത്രവുമല്ല, എറണാകുളം ജില്ല ആയതുകൊണ്ട് കൂടിയാകാം പ്രതിപക്ഷ നേതാവിനെ കൂടുതൽ കടന്നാക്രമിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് ഇത്തരത്തിൽ നേരത്തെ തന്നെ ഈ ബഹിഷ്കരിച്ചു, വെല്ലുവിളികൾ നടത്തി. അതിന് പിന്നാലെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു പറവൂരിൽ കാണാമെന്ന് പറഞ്ഞു. പറവൂരിൽ വലിയ ആൾക്കൂട്ടം ഉണ്ടായി എന്നൊക്കെ തന്നെയായിരുന്നു പറയുന്നത്. മാത്രവുമല്ല, പ്രധാനമായും മുഖ്യമന്ത്രി പലതവണ ഇന്ന് ചോദിച്ച കാര്യം എന്തുകൊണ്ടാണ് ബഹിഷ്കരിക്കുന്നത് എന്ന കാര്യം ഇതുവരെ വ്യക്തമാക്കാൻ പ്രതിപക്ഷത്തിനോ പ്രതിപക്ഷ നേതാവിനോ കഴിഞ്ഞിട്ടില്ല എന്നൊരു വിമർശനമാണ് മുഖ്യമന്ത്രി പ്രധാനമായും ഉന്നയിച്ചത്. ബിജെപിയും കേന്ദ്ര സർക്കാരിനെയും വിമർശിക്കുന്നതിനൊപ്പം തന്നെ അതിനേക്കാൾ ഉപരി ഇന്ന് പ്രതിപക്ഷത്തെയും പ്രതിപക്ഷ നേതാവിനെയുമായിരുന്നു അദ്ദേഹം വിമർശിച്ചത്. അലി അക്ബർ ഷാ, ഇന്ന് പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മൾ കരുതിയിരുന്നതാണ്. ഇന്നലെ DCC പ്രസിഡന്റ് പറഞ്ഞത് നവകേരള സദസ്സിന്റെ അന്ത്യകൂദാശ നടക്കുമെന്നാണ്. പക്ഷേ കുദാശയ്ക്ക് പകരം അടുപ്പിൽ നവകേരള സദസ്സ് എന്താണോ രാഷ്ട്രീയമായി വീവിച്ചെടുക്കാൻ തീരുമാനിച്ചത് അത് പാകപ്പെട്ടു വരുന്ന കാഴ്ചയാണ് കുന്നത്തുനാട്ടിൽ നമ്മളിപ്പോൾ കാണുന്നത്. അരുൺകുമാർ, ഇന്നലത്തെ പ്രതിഷേധം ഈ പറഞ്ഞതുപോലെ ഏകദേശം എറണാകുളം ജില്ലയാകെ ഞെട്ടിയ പ്രതിഷേധമായിരുന്നു, ശക്തമായ പ്രതിഷേധമായിരുന്നു. ഇന്ന് കാര്യമായ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടില്ല. ഇന്ന് തൃപ്പൂണിത്തുറയിൽ നിന്നും 7 പേരെ, DCC ജനറൽ സെക്രട്ടറി അടക്കം 7 പേരെ ആദ്യം തന്നെ കരുതൽ തടങ്കലിൽ, രാജു പിന്നാരെ അടക്കം 7 പേരെ കരുതൽ തടങ്കലിലെടുക്കുന്നു. അതിനുശേഷം ഈ കുന്നത്തുനാട്ടിലെ സഭയിലേക്ക് പോകുന്ന വഴിയിൽ പുത്തൻകുരിശിൽ വെച്ച് DYFI പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും കാര്യമായ ഒരു സംഘർഷത്തിലേക്ക് കടക്കുന്ന സാഹചര്യമുണ്ടായി. വടികൊണ്ട് വലിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. അവരെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. നടക്കുന്ന വേദിയിൽ ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിക്കുന്ന സാഹചര്യമുണ്ട്. ഇതാണ് ഇന്നത്തെ ഏകദേശം ഒരു പ്രതിഷേധത്തിന്റെ ലൈൻ. പക്ഷേ ഇന്നലത്തെ പ്രതിഷേധം കണ്ടപ്പോൾ DCC പ്രസിഡന്റിന്റെയും ഹൈബിയുടെയും MPയുടെയും വാക്കുകൾ കേട്ടപ്പോൾ ഇന്ന് എറണാകുളം കത്തുന്ന നിലയിലുള്ള പ്രതിഷേധം ഉണ്ടാകുമെന്ന് നമ്മൾ കരുതിയിരുന്നു. ആ നിലയിലേക്ക് എന്തായാലും ഇന്നത്തെ പ്രതിഷേധ പരിപാടികൾ പോയിട്ടില്ല. ലേബി സജീന്ദ്രൻ, ഇന്നലെ കലാപാഹ്വാനത്തിന്റെ പേരിലാണ് ഇപ്പോൾ ഹൈബിയുടെതിരെയും 4 MLA-മാർക്കെതിരെയും കേസെടുത്തിരിക്കുന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാലാരിവട്ടത്ത് പക്ഷേ പ്രതിഷേധിച്ചവരെ ആശ്വസിപ്പിക്കുകയായിരുന്നു നേതാക്കൾ എന്നത് നമ്മളടക്കം 2:30 ഇന്ന് പുലർച്ചെ വരെ തത്സമയ സംപ്രേഷണം കൊടുത്തു റിപ്പോർട്ടർ ചാനൽ. ഈ പറയുന്ന MP-മാരൊക്കെ വളരെ സമാധാനപരമായിട്ടാണ് പാലാരിവട്ടം സ്റ്റേഷൻ ഉപരോധിച്ചത്. ചില പ്രവർത്തകരെങ്കിലും വഴി തടഞ്ഞപ്പോൾ ചെറിയ സംഘർഷമുണ്ടായി എന്നത് ഒഴിച്ചു നിർത്തിയ വലിയ പ്രശ്നങ്ങളും ഉണ്ടായില്ല. കലാപാഹ്വാനത്തിലാണ് കേസെടുത്തിരിക്കുന്നത്. പക്ഷേ നവകേരള സദസ്സ് ഇവിടെ സമാപിക്കുമ്പോൾ കോൺഗ്രസിന് വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധ വെല്ലുവിളി ഉയർത്താൻ കഴിയാതെ പോയോ? ഡോക്ടർ അരുൺകുമാർ, കോൺഗ്രസിന് പ്രതിഷേധ പരിപാടി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എത്തിയപ്പോൾ വലിയ രീതിയിൽ ഉയർത്താൻ കഴിഞ്ഞില്ല എന്നുള്ള ആരോപണം വേണമെങ്കിൽ ആ രീതിയിൽ ഉന്നയിക്കാമെങ്കിൽ പോലും ഇന്നലെ അതിനൊക്കെ ഒരു മറുപടി എന്നോണമാണ് വളരെ ശക്തമായ പ്രതിഷേധ പരിപാടി പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ കണ്ടത്. അത് ഇന്നലെ ഇപ്പോൾ അലി നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത്
പ്രതിഷേധത്തിന്റെ ശക്തി കൊണ്ട് മാത്രമായിരുന്നില്ല, പ്രതിഷേധം ഇന്ന് നടത്തിയ പോലെ മാത്രമുള്ള പ്രതിഷേധമായിരുന്നു ഇന്നലെയും യൂത്ത് കോൺഗ്രസ് നടത്തിയത്. പക്ഷേ ഈ ജാമ്യമില്ല വകുപ്പിട്ട് ഇവരെ അറസ്റ്റ് ചെയ്തപ്പോൾ വളരെ ശക്തമായ പ്രതിഷേധം, അത് മുഹമ്മദ് ഷിയാസ്, അത് ഡോക്ടർ അരുൺകുമാർ വിട്ടുപോയ പേര്, മുഹമ്മദ് ഷിയാസ് DC പ്രസിഡന്റാണ് ഒന്നാം പ്രതി. അതായത് മുഹമ്മദ് ഷിയാസിന്റെ വളരെ അഗ്രസീവായ പ്രതികരണങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. മുഹമ്മദ് ഷിയാസ് ഒന്നാം പ്രതി, MP ഹൈബിയുടെ അടക്കമുള്ള ജനപ്രതിനിധികൾ ബാക്കി പ്രതികളായി. ഇന്ന് പക്ഷേ ഇത് എറണാകുളം ജില്ല കത്തുമെന്നാണ് പറഞ്ഞത് പ്രതിഷേധം കൊണ്ട്. പക്ഷെ അങ്ങനെ വലിയ അഗ്നിയൊന്നും കണ്ടില്ല. ഒരു കാര്യം കൂടെ എപ്പോഴുണ്ട്, ഇന്ന് അതേ രീതിയിൽ ഇന്നലത്തെ രീതിയിലുള്ള ഒരു നിലപാട് പ്രതിഷേധക്കാരോട് കാണിച്ചിട്ടില്ല. കരുതൽ നടപടി എന്നോണം ഇവരെ അറസ്റ്റ് ചെയ്തു എന്നത് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലത്തെ പോലെ അറസ്റ്റ് ചെയ്യുകയോ ജാമ്യം നിഷേധിക്കുകയോ ഇന്നുണ്ടായിട്ടുമില്ല. ആ ഒരു വ്യത്യാസം നമ്മൾ അതിഥികളിലേക്ക് എത്തിയാൽ, മുഹമ്മദ് ഷാ, ഇന്ന് മുഖ്യമന്ത്രി അല്പസമയം മുമ്പ് കുന്നത്തുനാട്ടിൽ ചോദിക്കുന്നു, ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നു, നവകേരള സദസ്സ് സമാപിക്കുകയല്ലേ, പ്രതിപക്ഷം ഇനിയെങ്കിലും പറയൂ, ഈ നവകേരള സദസ്സിൽ എവിടെയാണ്, എന്തിനോടാണ് നിങ്ങൾക്ക് വിയോജിപ്പ്? നവകേരളത്തിന്റെ രൂപീകരണത്തെക്കുറിച്ചുള്ള രൂപരേഖ തയ്യാറാക്കുന്ന പ്രഭാത ഭക്ഷണ യോഗത്തിനോടാണോ നിങ്ങൾക്ക് വിയോജിപ്പ്? കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന നവകേരള സദസ്സിനോടാണോ നിങ്ങൾക്ക് വിയോജിപ്പ്? അതല്ലെങ്കിൽ പരാതികൾ സ്വീകരിക്കുന്ന കൗണ്ടറിനോടാണോ നിങ്ങൾക്ക് വിയോജിപ്പ്? പ്രതിപക്ഷത്തിന്റെ വിമർശനം എവിടെയാണ്? ഒരു കാര്യത്തിനെ കുറിച്ചും വിയോജിപ്പില്ലാതെ വെറുതെ ബഹിഷ്കരിക്കുന്നത് ശരിയാണോ എന്നതാണ് ചോദ്യം. നമ്മൾ ഒന്നാമത്തെ വിഷയം, മുഖ്യമന്ത്രി ഈ ചോദ്യം ഉന്നയിക്കുമ്പോൾ എന്തിനായിരുന്നു ഈ നവകേരള സദസ്സ് എന്ന ചോദ്യം മുഖ്യമന്ത്രിയോട് തിരിച്ചു ചോദിക്കാനുള്ള പ്രൊവിഷൻ ആ സദസ്സിലില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ വിഷയം. അങ്ങോട്ടൊന്നും എടുക്കില്ല, ഇങ്ങോട്ട് മാത്രം പറയാൻ വേണ്ടി നിർത്തിയിരിക്കുന്ന സംരംഭമാണ്. ഞാൻ ചോദിക്കുന്നത്, 100 കണക്കിന് കോടി രൂപ പലതരത്തിൽ പിരിച്ചെടുത്ത തുക, ഈ തുകയിൽ നിന്നും എത്ര ജനങ്ങളെ കാണാനാണല്ലോ പോകേണ്ടത്? പ്രധാനമായ വിഷയം ജനങ്ങളിലേക്ക് നേരിട്ടെത്തുന്നു എന്നുള്ളതാണല്ലോ എൻ്റെ വെപ്പ്. 50,000 പരാതിക്കാർക്ക് വേണ്ടിയിട്ട്, 50,000 പരാതികൾക്ക് വേണ്ടി അവർക്കുള്ള TA കൊടുത്തിട്ട് സെക്രട്ടേറിയറ്റിൽ കൊണ്ടുവന്നാൽ ഇപ്പം ചിലവഴിച്ചതിൻ്റെ 10 ഉണ്ടാവില്ല. എന്നിട്ട് ഈ പരാതിക്കാർക്ക് ചെയ്തത് എന്താണെന്നറിയാമോ? 25 or 26 കൗണ്ടറുകൾ, ആ കൗണ്ടറിൽ കൊണ്ട് പരാതി കൊടുക്കുക. ആ പരാതി കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് സ്കാൻ ചെയ്തിട്ട് കൺസേൺഡ് ഓഫീസിലേക്ക് അയക്കാം. എന്നിട്ട് അവരോട് പോയി അവിടെ പോയി എന്താണെന്ന് വെച്ചാൽ നോക്കിക്കൊള്ളാൻ പറയാം. കാസർഗോഡ് 18-ാം തീയതി പരാതി കൊടുത്തയാളുടെ ലെറ്റർ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അയാളോട് പറഞ്ഞിരിക്കുന്നത് ഇന്ന ഓഫീസിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. ഇന്നും അയാൾ ഇന്ന് എൻ്റെ അടുത്ത് വന്നിരുന്നു, ഒരു കേസ് കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുക, കോടതി തുറക്കുന്നു. ഇന്നും അതിന് അവിടുന്ന് ഒരു വിളി പോലും വന്നിട്ടില്ല. ഇനി അവർ തിരിച്ചവിടെ പോകണം. അന്ന് ആ പരാതി നേരിട്ട് ഓഫീസിൽ കൊടുത്തിരുന്നെങ്കിൽ ഇന്ന കാര്യം നടന്നേനെ. ഇതാണ് ജനങ്ങളുടെ വിഷയം. പിന്നെ വന്ന് പറയുന്ന പ്രവൃത്തി എന്താ, വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, വന്നു കഴിഞ്ഞ ശേഷം പിന്നെ നവകേരള സദസ്സ് നടത്തിയ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞിരിക്കുന്നത്, ഇതുവരെ ഞങ്ങൾ ചെയ്ത കാര്യം പറയും. ആ ചെയ്ത കാര്യത്തിൽ കുറേ പാടിച്ചുകളൊക്കെ ഉണ്ടായല്ലോ, അതിൻ്റെ കാരണങ്ങൾ കോവിഡ് ഉണ്ട്, അതുണ്ട്, ആ പ്രശ്നങ്ങളുണ്ട് വിളിച്ച് പറയും. എന്നിട്ട് ജനങ്ങളോടൊരു അലിവി എടുക്കുകയാണ്. സ്ഥിതി എന്താണെന്നറിയുമോ? ഈ നാട്ടിലെ KSRTCയിൽ ശമ്പളം കൊടുക്കുന്നില്ല, പെൻഷൻ മുടങ്ങിയിരിക്കുന്നു. ഒരു തരത്തിൽ ഒരടി മുന്നോട്ട് പോകാൻ പറ്റാത്ത സമയത്ത് പഞ്ചായത്തുകൾക്ക് കൊടുത്തിരുന്ന, പഞ്ചായത്തുകൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് മുടക്കേണ്ട തുകയിൽ നിന്നും നവകേരള സദസ്സിൻ്റെ രാവിലത്തെ ചെലവിനുള്ള പണം കൊടുക്കണം, സൊസൈറ്റികൾ പണം കൊടുക്കണം, മുനിസിപ്പാലിറ്റി പണം കൊടുക്കണം. അതുപോലെ തന്നെ കുട്ടികൾ റോഡിൽ വന്നിറങ്ങി നിൽക്കണം സ്വീകരിക്കാൻ, അതിൻ്റെ DOയുടെ ഓർഡർ ചെയ്യുക. തലങ്ങും പലങ്ങും കേരള ഹൈക്കോടതിയുടെ പല ബെഞ്ചുകൾ തലങ്ങും പലങ്ങും സ്റ്റേ ചെയ്യായിരുന്നു. നിയമവിരുദ്ധമായ എല്ലാ പ്രവൃത്തികളും ചെയ്തിട്ട് ഈ പണം കളക്ട് ചെയ്യാം. പാലക്കാട്ട് ഒരു സംഭവം ഞാൻ മനസ്സിലാക്കിയത്, അവിടെ ഇപ്പോൾ തീർന്നുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അവിടെ സംഭവിച്ചത്, മുഖ്യമന്ത്രിയോടൊപ്പം 4 പേരിരിക്കും. ആ 4 പേര് അവിടുത്തെ ലോക്കൽ കോർപ്പറേറ്റ്സാണ്. അവർ 4 പേര് അവിടെ ഇരിക്കും. എല്ലാ ഓഫീസർമാർക്കും ബോധ്യമുണ്ട് ഇയാളാണ് ഏറ്റവും അധികം, ഇവരാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനികൾ. നേരിട്ട് മുഖ്യമന്ത്രിയുമായിട്ട് സംവാദം അവർക്കാണ് നടത്തിയിരിക്കുന്നത്. ഇനി അവർക്കെതിരെ ഒരു നടപടിയെടുക്കാൻ പോലും ആ ഓഫീസർമാർ ഇനി തയ്യാറാവില്ല. ആർക്ക് വേണ്ടിയാണ് ഈ സദസ്സ് നടത്തിയിരിക്കുന്നത്? സാധാരണ ജനങ്ങൾ അല്ല. പക്ഷേ പ്രഭാത ഭക്ഷണ യോഗത്തിൽ കോർപ്പറേറ്റുകൾക്കൊപ്പം തന്നെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്, സിക്കിൾ സെൽ അനീമിയ വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്. അവരോട് പറഞ്ഞ എന്താന്ന് ചോദിച്ചാൽ, മുഖ്യമന്ത്രി വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. നിങ്ങൾ മുഖ്യമന്ത്രി വന്നു കഴിഞ്ഞാൽ സൗണ്ട് കേൾക്കാൻ പാടില്ല, സൗണ്ട് വെച്ചാൽ പുറത്തുവിടും, ഒരു വക ചോദിക്കാൻ അനുവദിക്കുന്നില്ല. ഇനി ചോദിച്ച ആളുടെ അവസ്ഥ കേട്ടുള്ളൂ. ഒരാൾ ചോദിച്ചു, ഇവിടുത്തെ വിദ്യാഭ്യാസ ഹയർ എഡ്യൂക്കേഷണൽ ഇഷ്യൂസിന് പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം എന്ന രീതിയിൽ അയാൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഒറ്റപ്പെട്ട സംഭവങ്ങൾ, അതിന് മറുപടി ഇതാണ്, ഒറ്റപ്പെട്ട സംഭവങ്ങൾ അവിടെ ഇവിടെ ഉണ്ട് എന്നതിന് ശേഷം അത് പെരുപ്പിച്ച് കാണിക്കാനായിട്ട് ആരും ഇവിടെ സംസാരിക്കേണ്ട, അത് എന്താണെന്ന് ഗവൺമെന്റിന് നോക്കാൻ അറിയാം.
ഇതാണ് അതിന്റെ മറുപടി. ശരി, പ്രദീപ് കുമാർ, അതായത് നവകേരള സദസ്സിനെ കുറിച്ചുള്ള പരാതികളാണ് ഷാ ഉന്നയിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പരാതികൾ പരിഹരിച്ചു. ഇന്ന് മലപ്പുറം ജില്ലയിൽ നിന്ന് ഞങ്ങളുടെ റിപ്പോർട്ട് ചെയ്തത് 4% മാത്രമാണ് പരാതികൾ പരിഹരിച്ചിരിക്കുന്നത് 30 ദിവസം കഴിഞ്ഞിട്ടും. അവിടെയാണ് ഷായുടെ വിമർശനം പ്രസക്തമാകുന്നത്. രണ്ടാമത്തത്, പ്രഭാത ഭക്ഷണ യോഗത്തിൽ കോർപ്പറേറ്റുകൾ ഇരിക്കുന്നു, ഇനി ഉദ്യോഗസ്ഥരവരെ തൊഴില്ല എന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട ആശങ്ക. പ്രതികരിക്കരുത്, നിങ്ങൾ ശബ്ദിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രഭാത ഭക്ഷണ യോഗത്തിലേക്ക് പൊതുജനങ്ങളെ, പൗരപ്രമുഖരെ വിടുന്നത് എന്നതാണ് അടുത്ത വിമർശനം. അപ്പോൾ മുഖ്യമന്ത്രി ചോദിക്കുന്നതിനുള്ള മറുപടി ഷാ പറഞ്ഞതുപോലെ ആ പരിപാടി സംഘടിപ്പിച്ച രീതിയോട് തന്നെ UDF-ന് വിമർശനമുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി ഇങ്ങനെ ആവർത്തിച്ച് ചോദിക്കേണ്ടതുണ്ടോ എവിടെയാണ് നിങ്ങളുടെ വിയോജിപ്പെന്ന്? ഇക്കാര്യത്തിൽ ശ്രീ അഡ്വക്കേറ്റ് ഷാ പറഞ്ഞ കാര്യം, അദ്ദേഹം ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിർഭാഗ്യവശാൽ പഠിക്കാൻ തയ്യാറായിട്ടില്ല. അതാണ് അദ്ദേഹത്തിന്റെ കുറവ്. പൊതുവിൽ UDF-ന്റെ കുറവ് അതാണ്. ഈ 140ാമത്തെ മണ്ഡലത്തിലും മുഖ്യമന്ത്രി ചോദിച്ച ചോദ്യം നിങ്ങൾക്ക് എവിടെയാണ് വിയോജിപ്പെന്ന. ആ വിയോജിപ്പ് ഇതുവരെ ഇവർക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല. അതിൽ ഇവർ പരാജയപ്പെട്ടിരിക്കുന്നു. അതാണ് പ്രശ്നം. ഇവർ ചോദിക്കുന്നുണ്ട് ഈ നവകേരള സദസ്സ് കൊണ്ട് എന്താണ് നേട്ടം. അത് 140 മണ്ഡലം ഇൻറ്റു 10,000 ഒരു കണക്ക് പിടിച്ചാൽ മതി. അത്രയും മനുഷ്യരോട്, ലക്ഷക്കണക്കിന് മനുഷ്യരോട് ചോദിച്ചാൽ ഇവർക്ക് മനസ്സിലാവും എന്താണ് ഈ 140 മണ്ഡലങ്ങളിലൂടെ സംഭവിച്ച നവകേരള സദസ്സിന്റെ ഇമ്പാക്ട് എന്താണ്, ഔട്ട്പുട്ട് എന്താണെന്നുള്ളത് മനസ്സിലാവും. നിർഭാഗ്യവശാൽ ഇവർ ശ്രദ്ധിക്കുന്നില്ല. ഇവർ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ പോലും ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഇപ്പോൾ തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ ഈ സ്റ്റാച്യു ജംഗ്ഷനിൽ നടക്കുന്ന ഒരു സംവാദത്തിൽ, റിപ്പോർട്ടർ ചാനൽ പോലൊരു പ്രമുഖ ചാനലിന്റെ സംവാദത്തിൽ പങ്കെടുക്കാൻ ഒരു UDF-ന്റെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞു വിടാനില്ല. കാരണം ഇവിടെ കോൺഗ്രസിന്റെ MLA ഉള്ളത്. ആ MLA 27 വർഷമായി MLA ആയിരിക്കുന്നു. അതിൽ 5 വർഷക്കാലം അദ്ദേഹം മന്ത്രിയായിരുന്നു. ഭൂരിപക്ഷ സമയവും അദ്ദേഹം ഭരണകക്ഷി MLA ആയിരുന്നു. അങ്ങനെ ഇരുന്ന മനുഷ്യൻ ഭരിച്ച ഒരു മണ്ഡലമാണ് തൃപ്പൂണിത്തുറ മണ്ഡലം. എന്തെങ്കിലും ഈ നാടിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വയ്ക്കാൻ ഈ ചർച്ചയിൽ വന്നാൽ അദ്ദേഹത്തിന്റെ പ്രതിനിധികൾക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് UDF-ന്റെ പ്രതിനിധിയെ, ലീഗിന്റെ പ്രതിനിധിയായിട്ടുള്ള അഡ്വക്കേറ്റിനെ പറഞ്ഞു വിട്ടുള്ളത്. അഡ്വക്കേറ്റിനെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്, ചാനലിൽ കണ്ടിട്ടുണ്ട്. ഈ 140 മണ്ഡലങ്ങൾ, ഇപ്പൊ ഞാൻ തൃപ്പൂണിത്തുറ മണ്ഡലത്തിലുള്ള ആളാണ്. ഞാൻ ഈ 140 മണ്ഡലങ്ങളിൽ നടന്ന നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ച ആളാണ്. കാരണം ഇവിടെ വരുമ്പോൾ അത് അത്രയും ഭംഗിയാക്കി വിജയിപ്പിക്കാൻ വേണ്ടി എനിക്ക് ഭക്ഷണം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചുമതലയായി. അതിൽ ഇദ്ദേഹം പറയുന്നു പ്രഭാത സദസ്സിൽ വരുന്ന ആളുകൾ മിണ്ടാൻ പാടില്ല, അവിടെ വരുന്നത് മുഴുവൻ കോർപ്പറേറ്റുകളാണ്. വളരെ അടിസ്ഥാനരഹിതമായ, അല്ലെങ്കിൽ പഠിച്ച് മനസ്സിലാക്കി ശുദ്ധമായ കളവ് പറഞ്ഞ് ഇതിനെ തമസ്കരിക്കുന്നതിന് വേണ്ടിയ ശ്രമമാണ്. ഞങ്ങൾ കൊണ്ടുവന്ന ആളുകൾ ചുമട്ടുതൊഴിലാളി താങ്കൾ പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞു. എനിക്കുള്ള അവസരമാണ്. ഞങ്ങൾ ചുമട്ടുതൊഴിലാളിൽ നിന്ന് പ്രതിനിധികളെ പങ്കെടുപ്പിക്കാൻ തീരുമാനിച്ചു. അതിൽ ആ ചുമട്ടുതൊഴിലാളികളുടെ കമ്മിറ്റി കൂടി തൊഴിലാളികളുടെ, ഞങ്ങൾ പാർട്ടി നിശ്ചയിച്ചു കൊടുത്തുള്ള ചുമതലക്കാരുണ്ട്, അവർ പങ്കെടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. തൊഴിലാളി, ആ ചുമട്ട് തൊഴിലാളി പണിയെടുക്കുന്ന തൊഴിലാളി തന്നെ പങ്കെടുക്കും. അവർക്ക് സംസാരിക്കാൻ പറ്റുമോ? സംസാരിക്കാൻ പറ്റുമല്ലോ. അവര് ഈ മന്ത്രിമാരുടെ ചുറ്റും ഇരിക്കുകയാണ്. മന്ത്രിമാരുടെ ഈ ഓരോ ടേബിളിലും മന്ത്രിയുണ്ട്. 20-25 ടേബിൾ ഉണ്ട്. അതിലെല്ലാത്തിലും ഓരോ വിഭാഗത്തിന്റെ മന്ത്രി. ഇപ്പൊ ഒരു വ്യവസായവുമായി ബന്ധപ്പെട്ടതിൽ രാജീവ് ഇരിക്കും, സാംസ്കാരികവുമായി ബന്ധപ്പെട്ടതിൽ സജി ചെറിയാരിക്കും, സഹകരണമായി ബിഷപ്പിരിക്കത്തില്ല. എന്നൊരു പൊതുവെ അല്ല, അത് വേറെ വിഷയം. അതിലേക്ക് നമുക്ക് വരാം. അതിൽ ഞങ്ങൾക്ക് കൃത്യമായ നിലപാടുണ്ടാക്കരുത്, അതൊന്നും പ്രശ്നമില്ല. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ത്രെഡ്, നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരമാണ് ഞാൻ പറഞ്ഞത്. ആ ഈ മന്ത്രിമാർ വന്നിരിക്കുന്ന വേദിയിൽ അതാത് വകുപ്പുമായി ബന്ധപ്പെട്ട വിഭാഗത്തിലെ ആളുകളാണ് പങ്കെടുക്കുന്നത്. ആദിവാസി വിഭാഗങ്ങളുണ്ട്, പട്ടികജാതി ആഭരണ നിർമ്മാണ തൊഴിലാളികൾ. ഇവരൊക്കെ ഇവിടെ വന്നിരുന്ന് ഭക്ഷണം കഴിച്ചു പോകുന്നു. അതല്ല, ഒരു മണിക്കൂർ സമയം കൊടുക്കാൻ പണമില്ല. ഞാൻ പറയുന്നത് ശമ്പളം കൊടുക്കാൻ, KSRTCക്ക് ശമ്പളം കൊടുത്തില്ല, സ്കോളർഷിപ്പ് കൊടുക്കാൻ പണമില്ലാതെ ഓൾറെഡി മുന്നോട്ട് പോകാൻ കഴിയാതില്ല. പറഞ്ഞിട്ടുണ്ട് കാര്യം. വക്കീലിനെ പോലുള്ള ആളുകളും ഡോക്ടർ അരുണിനെ പോലുള്ള ആളുകളും KSRTCക്ക് ശമ്പളം കൊടുത്തിട്ടില്ല ഇന്ന് വേദിയിൽ നിന്ന് പറയുന്നത്. ശമ്പളം പ്രതിസന്ധി ഉണ്ടെന്ന് ഞങ്ങളല്ല പറഞ്ഞത്. KTDFCയുടെ കാര്യത്തിൽ എന്താ പറയുന്നത്? സർക്കാർ എന്താണ് ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്? ചീഫ് സെക്രട്ടറി ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? ഷായ്ക്കറിയാമല്ലോ. എന്താണ് ചീഫ് സെക്രട്ടറി ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്? ഓൾറെഡി മുന്നോട്ട് പോകാനുള്ള പണമില്ല. നിങ്ങൾ കാണേണ്ട ഒരു കാര്യം, KSRTC പോലെയുള്ള സംവിധാനങ്ങൾ സേവന മേഖലയാണ്. അത് നഷ്ടം സഹിച്ചാണെങ്കിലും നാട്ടിലെ ജനങ്ങൾക്ക് സേവനം കൊടുക്കേണ്ടതാണ്. സ്വകാര്യ മുതലാളിമാരുടെയും സ്വകാര്യ കുത്തകകളുടെയും ബഹിരാഷ്ട്ര കുത്തകകളുടെയും കഴുത്തറപ്പൻ മത്സരത്തിന് സാധാരണ ജനങ്ങളെ വിട്ടുകൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് KSRTC നടത്തുന്നത്. സ്വിഫ്റ്റ് തുടങ്ങി.
എങ്ങനെ? എന്നിട്ട് നമ്മൾ സ്വിഫ്റ്റ് തുടങ്ങി. ആരോ തുടങ്ങി? ആ, അല്ല, അത് സർക്കാർ തുടങ്ങി. തുടങ്ങി. അതാ പറഞ്ഞത്. KSRTC അല്ലേ തുടങ്ങി? സ്വിഫ്റ്റ് തുടങ്ങി. ആർക്ക് വേണ്ടിയിട്ടാ? സ്വിഫ്റ്റ് ഏത് മോഡലാ? ആർക്ക് വേണ്ടിയിട്ടാ? സ്വിഫ്റ്റ് ഒരു കോർപ്പറേറ്റ് private മോഡലല്ലേ? നോ നോ നോ, അങ്ങനെ പറയുന്നത് ശരിയല്ല. ഇത് പുതിയ ടെക്നോളജി KSRTC-ലെ തൊഴിലാളികളുടെ സംരക്ഷണം ഇല്ലാതാക്കി സ്വിഫ്റ്റ് കൊണ്ടുവന്നു. അല്ല, പ്രശ്നം ഇതാണ്. KSRTC നിങ്ങൾ ഇപ്പോഴും പഴയ മോഡലിൽ തന്നെ പോയാൽ മതി എന്നാണോ? പഴയ മോഡൽ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത്? ടെക്നോളജി കൊണ്ടുവരണ്ടേ? പെൻഷൻ പുതിയ സൗകര്യങ്ങൾ പെൻഷൻ വേണ്ടാന്ന് ഇപ്പോൾ സ്വിഫ്റ്റ് തീരുമാനിച്ചു. സ്ഥിര നിയമനം വേണ്ടാന്ന് തീരുമാനിച്ചു. ഞാൻ പറഞ്ഞ പ്രശ്നം വെച്ചാൽ അതെ, KSRTC-യുടെ നമുക്ക് ആ വിഷയത്തിലേക്ക് വന്നാൽ നവകേരള ശമ്പളം സദസ്സ് നടക്കുന്ന പൂർണ്ണമായി സാഹചര്യം എന്ന് പറയുന്നത് അടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുടെ നടുവിലാണ്. ആ സാമ്പത്തിക പ്രതിസന്ധിയുടെ നടുവിലാണ് അല്ല, ഈ സാമ്പത്തിക പ്രതിസന്ധി എവിടെയാണ് മിസ്റ്റർ അതാണ് കേന്ദ്രം. എവിടെയാണ് സാമ്പത്തിക പ്രതിസന്ധിയുടെ ബേസ് കിടക്കുന്നത്? എവിടെയാണ്? കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന് ലഭ്യമാക്കേണ്ട ന്യായമായ വിഹിതം നമ്മൾ ജോയിന്റായി ചെലവഴിക്കുന്ന തുകയിൽ കേരളത്തിന് ലഭ്യമാകേണ്ട കേന്ദ്ര വിഹിതം അടക്കം നമുക്ക് GST അടക്കം ഉള്ള വിഹിതം കൊടുക്കാതെ തടസ്സപ്പെടുത്തുന്നത് എന്താ പറയണേ? ഇവിടുത്തെ മറുപടി അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ് പറയും. അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ് 140 മണ്ഡലങ്ങളിലും മുഖ്യമന്ത്രിയും മന്ത്രിസഭയും ആവർത്തിച്ചു പറയുന്നത് കേന്ദ്രം കേരളത്തിന് കൊടുക്കാനുള്ള വിഹിതം കുറച്ചിരിക്കുന്നു. അതിനെ കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് നവകേരള സദസ്സിന്റെ പ്രാഥമിക ലക്ഷ്യം. അത് ഞങ്ങൾ പറയും. അത് പറയുമ്പോൾ പ്രതിപക്ഷത്തിന് പൊള്ളുന്നത് എന്തിനാണ് എന്നതാണ് മുഖ്യമന്ത്രി ചോദിക്കുന്നത്. നിങ്ങൾ കേരളത്തെ ഞെരുക്കുന്നു, കേന്ദ്രം കേരളത്തെ ഞെരുക്കുന്നു. ഇത് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മറുപടിയുണ്ടോ 140ാമത്തെ മണ്ഡലത്തിലും? ശ്രീ അരുൺ, ഈ യാത്ര തുടങ്ങിയത് തന്നെ കേരളത്തിലെ ഏതെങ്കിലും വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങളോട് സംവദിക്കാൻ വേണ്ടിയിട്ടല്ല. ഈ യാത്ര തുടങ്ങിയത് കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നു എന്നുള്ള വിഷയം ജനങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ്. അതെ 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 അതാ ഞാൻ പറഞ്ഞു വരുന്നത്. അത് പറയാൻ വേണ്ടിയിട്ടാണ് എന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എല്ലാ സ്ഥലത്തും പറഞ്ഞത്. ഈ യാത്ര തുടങ്ങിയ സമയത്ത് കാസർഗോഡ് മുതൽ 2 ദിവസം മാത്രമാണ് ഈ യാത്രക്കെതിരെ ജനകീയ പ്രതിഷേധങ്ങൾ ഇല്ലാതിരുന്നത്. ബാക്കി എല്ലാ ദിവസവും ജനകീയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം മാറ്റി നിർത്തി കഴിഞ്ഞാൽ അല്ല, ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. അതിന്റെ അല്ല, ഞങ്ങൾക്കെതിരായിരുന്നല്ലോ എല്ലാ ചർച്ചകളും. അല്ല, പ്രതിഷേധം അവിടെ നിൽക്കട്ടെ. മുഖ്യമന്ത്രിയിലേക്ക് വരാം. ആ വിഷയങ്ങൾ കൊണ്ടുവന്നതിന് ശേഷം കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആകെ കിട്ടി എന്ന് പറയുന്ന പരാതി ആർക്കെതിരായിരുന്നു? കേന്ദ്ര ഗവൺമെന്റിനെതിരായി ഏതെങ്കിലും പരാതി ലഭിച്ചിട്ടുണ്ടോ? 6.5 ലക്ഷം പരാതി ലഭിച്ചതിൽ ഏതെങ്കിലും ഒരു പരാതി കേന്ദ്ര ഗവൺമെന്റിനെതിരെ ലഭിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു പദ്ധതി കേന്ദ്ര ഗവൺമെന്റ് വിഹിതത്തിന്റെ ഭാഗമായി നടപ്പാക്കാതെ ഉണ്ട് എന്ന് മുഖ്യമന്ത്രിക്ക് ഒരു പരാതി ലഭിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ ആ വിഷയങ്ങൾ സർക്കാർ പുറത്തുവിടട്ടെ. കിട്ടിയ പരാതികൾ എത്രയാണ് എന്നുള്ളത്. അങ്ങനെയുള്ള പദ്ധതികളിൽ നിന്ന് ഈ സർക്കാരിന് കിട്ടിയിട്ടുള്ള പരാതികളിൽ നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ 4% എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 25,000 വരുന്ന പരാതികൾ പരിഹരിക്കപ്പെട്ടു. എന്തായിരുന്നു പരിഹരിക്കപ്പെട്ട പരാതികളെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ പുറത്തു വന്നത്? പരിശോധിക്കാം. അല്ലെങ്കിൽ 5 ലക്ഷത്തിന്റെ കടമുണ്ട് എന്ന് പറഞ്ഞ ആൾക്ക് 500 രൂപ കുറവ് കൊടുത്തിട്ടുണ്ട് എന്നെല്ലാം പറയുന്ന തീർപ്പാക്കലുകളാണ് ഇതുമായി ബന്ധപ്പെട്ട്. അല്ല, അതായിക്കോട്ടെ, വ്യാജമായിട്ട് അല്ല, ഞങ്ങളല്ലല്ലോ വാർത്ത കൊടുക്കുന്ന മാധ്യമങ്ങൾ അത് വ്യാജമാണെങ്കിലും അല്ലെങ്കിൽ അത് പറയട്ടെ ജനങ്ങളോട്. ഇനി രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർത്തിക്കൊണ്ടുവന്ന എല്ലാ വിഷയങ്ങളും ഈ യാത്രയുടെ 2ാമത്തെ ആഴ്ചയിൽ തന്നെ ബഹുമാനപ്പെട്ട കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി തിരുവനന്തപുരത്ത് വന്ന സമയത്ത് അല്ല, ബാധ്യസ്ഥയല്ല, അങ്ങനെയല്ല, ബാധ്യതയായതല്ല, നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കളവുകൾ തെറ്റാണ് എന്ന് പറയേണ്ട സാഹചര്യം ധനകാര്യമന്ത്രിക്കുണ്ടായി. അതിന്റെ പ്രധാനപ്പെട്ട കാരണം പാർലമെന്റിൽ ശ്രീ പ്രേമചന്ദ്രൻ ഉന്നയിച്ചിട്ടുള്ള ഒരു ചോദ്യം, കേരളത്തിന് GST നഷ്ടപരിഹാരം എത്ര കിട്ടാനുണ്ട് എന്നുള്ള ചോദ്യം. അതുവരെ കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞത് 12,000 കോടി, 15,000 കോടി, 20,000 കോടി, 28,000 കോടി, അതുവരെ എത്തി നിൽക്കുകയായിരുന്നു നമ്മൾ. അത് കഴിഞ്ഞപ്പോൾ അത് 754 കോടി രൂപയായി. അതിന്റെ പിറ്റത്തെ ആഴ്ചയിൽ ഞങ്ങൾക്കത് കിട്ടാനില്ല, ആ വിഷയം ഞങ്ങൾ പിൻവലിക്കുന്നു എന്നുള്ളതായിരുന്നു ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ പ്രധാനപ്പെട്ട അതൊരു വിഷയം. ഇനി രണ്ടാമത്തെ വിഷയം കേരളത്തിന് ഞാനൊന്ന് തീർക്കട്ടെ. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന പദ്ധതികൾക്ക് പണം മുടക്കാൻ കേന്ദ്ര ഗവൺമെന്റ് മടിക്കുന്നു. ഇതായിരുന്നു രണ്ടാമത്തെ ആരോപണം. ഇതിലേത് പദ്ധതിയാണ് കേന്ദ്ര ഗവൺമെന്റിലേക്ക് കേരളത്തിൽ നിന്ന് സമർപ്പിച്ചതിന് ശേഷം അനുമതി ലഭിക്കുകയോ അനുമതി ലഭിച്ചതിൽ പണം കിട്ടാതിരിക്കുകയോ ചെയ്തിട്ടുള്ളത്? മെട്രോ റെയിലടക്കം എല്ലാത്തിനും കേന്ദ്രത്തിന്റെ പണം കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. എല്ലാ വിഷയങ്ങളിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പദ്ധതികളിലും. ഇനി കേരളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 58,000 കോടി രൂപയാണ് നാഷണൽ ഹൈവേയുടെ വികസനത്തിന് വേണ്ടി കേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഹൈവേയുടെ വികസനത്തിന് വേണ്ടി കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഈ കേന്ദ്ര ഗവൺമെന്റ് മുടക്കിയത്. ഇനി അടുത്ത വിഷയം, കേരളത്തിന്റെ കടം എഴുതിത്തള്ളുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കേരളത്തിന്റെ വായ്പാ പരിധി കുറച്ചു എന്നുള്ളതായിരുന്നു അടുത്ത ആരോപണം പ്രധാനമായും ഉന്നയിച്ചത്. അല്ല, ശരിയല്ല. അതാണ് ഡോക്ടർ അരുണിനെ പോലുള്ള ആളുകൾ തെറ്റിദ്ധരിപ്പിക്കരുത് എന്നുള്ള എന്റെ അഭിപ്രായം. കേരളത്തിന്റെ വായ്പാ കടത്തിന്റെ പരിധി എത്രയാണ്? 3%. GDP-യുടെ 3. കേന്ദ്രത്തിന്റെ അവിടെ കേന്ദ്രത്തിന് പരിധിയില്ലല്ലോ.
അല്ലല്ല കേരളത്തിന് പരിധിയില്ല, കേരളത്തിന് പരിധിയുണ്ട്. അങ്ങനെയല്ലെന്ന് അരുണിനെ നിങ്ങൾ അങ്ങനെയല്ലെന്ന് നിങ്ങൾ ഭരണഘടനാപരമായി അരുൺ ഞാനൊന്ന് സൂചിപ്പിക്കട്ടെ. അല്ലല്ല, അങ്ങനെയല്ല. അടുപ്പിലൊക്കെ അവിടെ നിൽക്കട്ടെ. അടുപ്പിൽ നിങ്ങൾ തീ പോയേക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി. അതായത് 3% കൂടുതൽ ഒരു സംസ്ഥാനത്തിനും GDP-യുടെ 3% കൂടുതൽ കടമെടുക്കാൻ കഴിയില്ല. കേരളത്തിന്റെ GDP-യുടെ 3%. കേരളത്തിലെ GDP-യുടെ 3% എന്ന് പറഞ്ഞാൽ 30,000 കോടിയാണ്. ഇനി എക്സ്ഗ്രേഷ്യയായി ഒരു 5.5% കൂടി എടുക്കാം. അങ്ങനെ വരുമ്പോൾ 5,000 കോടി കൂടി എടുക്കാം. ആ 5,000 കോടി കൂടി എടുക്കുമ്പോൾ കേരളത്തിന് 35,000 കോടി. അതിൽ 36,000 കോടി നിലവിൽ കേരളം കടമെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ കേരളത്തിന് കടമെടുപ്പ് വർദ്ധിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളത് മറ്റ് സംസ്ഥാനങ്ങളുടെ നിലപാട് കൂടി അതല്ല ചോദ്യമായിരുന്നില്ല. എന്തുകൊണ്ടാണ് വായ്പാ പരിധി കുറച്ചത്? കിഫ്ബിയെ കൊണ്ടുവന്നു. അങ്ങനെയല്ലേ കിഫ്ബിയെ വായ്പാ പരിധി കൊണ്ടുവന്നു. പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കരുത്. ഇത്രേ ഉള്ളൂ. വായ്പാ പരിധി കൂട്ടണ്ട, 3% തന്നെ തുടർന്നാൽ മതി. കിഫ്ബിയും പെൻഷൻ കമ്പനിയും അതിന്റെ പരിധിയിൽ നിന്ന് മാറ്റി. അതുമായി ബന്ധപ്പെട്ട വിഷയമല്ല. അതാണ് വിഷയം. അങ്ങനെയാണ് 36,000 കോടിയായത്. അങ്ങനെയാണെങ്കിൽ കിഫ്ബിയുടെ വായ്പ ഉൾപ്പെടുത്താതെ 36,000 കോടിയായ കണക്കാക്കുന്നു. അതാണ് ഡോക്ടർ അരുണിന്റെ വാദമെങ്കിൽ ED ഡോക്ടർ തോമസ് ഐസക്കിന് നോട്ടീസ് അയച്ചത് അങ്ങ് അംഗീകരിക്കും. അരുൺ, അത് അതിലേക്കാണ് ഞാൻ വരുന്നത്. അങ്ങനെ വന്നാൽ ഭരണഘടനാനുസൃതമായി ബഹുമാനപ്പെട്ട മന്ത്രിയായിരുന്ന ഐസക് തോമസിനെതിരെ കേസ് വരും. അതിന്റെ പ്രധാനപ്പെട്ട കാരണം NOC കൊടുത്ത ഒരു ഒന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുഖ്യമന്ത്രി പറയുന്നത് പോലെ വിവരങ്ങൾ ഞങ്ങളുടെ ശരി, മുഖ്യമന്ത്രി പറയുന്നത് പോലെ കേന്ദ്രം കേരളത്തെ ജനിക്കുന്നില്ല. അങ്ങനെയില്ല. മുഖ്യമന്ത്രിക്ക് കിട്ടിയ 6 ലക്ഷം പരാതിയിൽ ഈ 140 മണ്ഡലങ്ങളിലും കേന്ദ്രത്തിനെതിരെയുള്ള വിമർശനമാണ് പ്രധാനമായും മുഖ്യമന്ത്രി ഉന്നയിക്കുന്നത്, മന്ത്രിസഭ ഉന്നയിക്കുന്നത്. കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം ഉന്നയിക്കുമ്പോൾ എന്തിനാണ് നിങ്ങൾ പ്രതിഷേധിക്കാൻ പോകുന്നത്? ഇപ്പോൾ തന്നെ BJP നേതാക്കൾ പറയുന്നത് കേട്ടില്ലേ? നിങ്ങൾ പ്രതിഷേധിക്കുന്നു. ആര്? യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിക്കുന്നു, കോൺഗ്രസ് പ്രതിഷേധിക്കുന്നു. പക്ഷെ നവകേരളത്തിൽ വിമർശിക്കുന്നത് കോൺഗ്രസിനെ അല്ല, അത് കേന്ദ്ര സർക്കാരിനെയാണ്. കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുമ്പോൾ യൂത്ത് കോൺഗ്രസിനും പൊള്ളുന്നത് എന്തിനാണ് സാർ? ചോദിക്കാം. കേന്ദ്ര സർക്കാരിനെതിരെ മുഖ്യമന്ത്രി വിമർശിക്കുന്നു, അതേപോലെ തന്നെ പ്രതിപക്ഷ നേതാവിന്റെ പേരെടുത്ത് വിമർശിക്കുന്നു. ഇല്ല, ഇന്ന് വിമർശിച്ചാണല്ലോ. ആ വിമർശനം കേന്ദ്ര സർക്കാരിനെതിരെ മുഖ്യമന്ത്രി അവിടെ പ്രതിപക്ഷ MLA ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഒരു വിമർശനം വരില്ലല്ലോ. അല്ല, അതിന് മറുപടി പറയാം. അതായത് കേന്ദ്ര സർക്കാരിനെതിരെ പ്രധാനമന്ത്രിയുടെ പേരെടുത്തിട്ട് ഒരു പ്രതിഷേധം പറയാൻ മുഖ്യമന്ത്രിക്ക് തയ്യാറല്ല. പോട്ടെ, മുഖ്യമന്ത്രിയുടെ പാർട്ടി അണികളെ റോഡിലിറക്കി സമരം നടത്തണ്ടേ കേന്ദ്ര സർക്കാരിനെതിരെ? കേന്ദ്ര സർക്കാരിനെ എന്തിന് പേടിക്കുന്നു? എന്തിനിവർ പേടിക്കുന്നു? ലാവ്ലിൻ കേസാണോ പേടിക്കുന്നത്? എവിടെയാ സെറ്റിൽമെന്റ് നടത്തിയിരിക്കുന്നത്? നിങ്ങൾ പരിശോധിക്കുക. ഇത് കേന്ദ്ര സർക്കാർ പണം തന്നിട്ടില്ല, പക്ഷെ ഞങ്ങൾ പ്രതിഷേധിക്കത്തില്ല. അല്ല, ദില്ലിയിൽ സമരം നടക്കാൻ ഈ ഇത്രയും കടം കയറി മുച്ചൂട് മുടിച്ചാ സമരം നടത്തി. ഇത്രയും നാളെ എവിടെയായിരുന്നു? ഇവരുടെ സഖാക്കളെ റോഡിലിറക്കണ്ടേ? ആ സഖാക്കൾ സമരത്തിൽ ഇറങ്ങുന്നുണ്ടോ? അതിന് ആരെയാ പേടിക്കുന്നത്? പ്രതിപക്ഷം എന്ന നിലയ്ക്ക് എല്ലാ സമരങ്ങളുമായി മുന്നോട്ട് വരുമ്പോ നിങ്ങളെ പോലുള്ള ആളുകൾ പറയുന്നു ഈ സമരം അനാവശ്യമാണ് എന്ന് പറയുന്നു, അല്ലേ? ഞങ്ങൾ ഇവിടെ കരിങ്കൊടി കാണിക്കുന്ന പ്രക്ഷോഭം നടത്തുന്ന മുഖ്യമന്ത്രി യഥാർത്ഥ പ്രശ്നം കേന്ദ്ര സർക്കാരിന്റെ പണം കിട്ടുന്നില്ലെങ്കിൽ അതിനെതിരെയുള്ള സമരത്തിന് ഇറങ്ങേണ്ട സമയത്ത് ഒരു 100 പറഞ്ഞു തീർത്തോട്ടെ, ഒരു 10-200 കോടി രൂപ നാട്ടുകാരുടെ പിടിച്ചിട്ട് അതിനൊക്കെ ഒരു കൺസൾട്ടന്റ് പറഞ്ഞത് പ്രകാരം വിഷ്വൽസ് ഒക്കെ കറക്റ്റ് ചെയ്ത് കോർപ്പറേഷനെ 2 സൈഡിലും ഇരുത്തിയിട്ട് ഒരു പാവപ്പെട്ട ഒരാൾ ഒരു പരാതിയുമായിട്ട് വന്നാൽ വരുന്ന സമയത്ത് പരാതി പെട്ടിക്കകത്തിട്ടോളാൻ പറയും. അവർ തിരിച്ചു പോകുന്ന സമയത്ത് തോളരൊന്ന് തട്ടും, അപ്പൊ അവരൊന്ന് ചിരിക്കും. ആ വിഷ്വൽസ് കറക്റ്റ് അങ്ങ് കൊടുക്കും, അല്ലേ? ഇത് ആ കോർപ്പറേറ്റ് കൺസൾട്ടന്റ് പറഞ്ഞതനുസരിച്ചിട്ട് കുറെ സാധനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതിനിടയ്ക്ക് എക്സ്പീരിയൻസ് ആണ്. എന്തായിരുന്നാലും ശരി, ഇവിടെ നടന്നുകൊണ്ടിരിക്കും. നിങ്ങൾ ആ വെബ്സൈറ്റിൽ നോക്കുക, ഞാൻ ആ വെബ്സൈറ്റ് പൂർണ്ണമായി നോക്കുക, അതിനകത്ത് വിഷ്വൽസ് എടുക്കുക. ഓരോ വിഷ്വൽസും കറക്റ്റ് ആ ക്യാമറാമാന് കറക്റ്റ് വേണ്ട സാധനം ഏത് സമയത്ത് പ്രയോഗിക്കാനുള്ള. അതായത് ആ വിഷ്വൽസ് കണ്ട ഒരാളെ അവര് എന്താ പറയുക, കോഴിക്കോട് ജില്ല
അവിടെ വിളിച്ച് ഞാൻ ചോദിച്ചപ്പോ അവരുടെ കാര്യം നടന്നിട്ടില്ല. പക്ഷെ അവർ പോകാൻ നേരം മന്ത്രി തട്ടിപ്പോന്ന് ചിരിച്ചായിരുന്നു. അവരുടെ വിഷ്വല് ഇന്ന് പ്രചരിപ്പിക്കുന്നു. ഇതല്ലാതെ ഇത് ജനങ്ങളെ കാണാനാണോ വന്നത്? അല്ല, പറഞ്ഞു, എനിക്ക് മനസ്സിലായി. അത് ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്കം പോലെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിയില്ല എന്നതാണ്. ശരി, സമ്മതിച്ചു. പക്ഷേ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് പ്രതിഷേധിക്കുന്നത്? ഞങ്ങൾ പ്രതിഷേധിക്കുന്നില്ലല്ലോ, നിങ്ങളല്ലേ അത് പറയുന്നത്. കേന്ദ്ര സർക്കാരിനെതിരെ അതിശക്തമായ പ്രക്ഷോഭം ഞങ്ങൾക്കുണ്ട്, പ്രതിഷേധം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ പ്രതിഷേധത്തിന് ഒന്നാമത്തെ കാരണം മുഖ്യമന്ത്രിയുടെ സറണ്ടർ ഉണ്ടല്ലോ പ്രധാനമന്ത്രിയുടെ അടുത്ത്. ആ സറണ്ടർ നിർത്തണം. ആ സറണ്ടർ ചെയ്ത് വെച്ചേക്കുന്നത് 37-ാം തവണ. അതെ, നാളെ പ്രധാനമന്ത്രി കേരളത്തിൽ വരുന്നുണ്ട്. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും എതിരെ നിങ്ങൾ നടത്തിയ അതേ സമരം പ്രധാനമന്ത്രിക്ക് നേരെ നടത്താൻ പറ്റുമോ? തീർച്ചയായിട്ടും മുഖ്യമന്ത്രിക്കായാലും പ്രധാനമന്ത്രിക്കായാലും കോൺഗ്രസ് ഈ രാജ്യത്ത് അന്ന് മുതൽ ഇന്ന് വരെ കോൺഗ്രസും ഇന്ത്യ മുന്നണിയിലുള്ള എല്ലാ കക്ഷികളും പ്രതിഷേധങ്ങളും മുന്നോട്ട് പോകുന്നതിനെ. നാളെ പ്രധാനമന്ത്രി കേരളത്തിൽ വന്ന് പൊളിറ്റിക്കൽ റോഡ് ഷോ നടത്തുമ്പോൾ കേരളത്തിൽ നടന്ന് പഞ്ചായത്തുകളുടെ ഫണ്ട് പിരിച്ച്, പഞ്ചായത്തിന് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഉപയോഗിച്ചിരിക്കുന്ന ഫണ്ട് എടുത്തിട്ട്, അതേപോലെ കോപ്പറേറ്റീവ് സൊസൈറ്റി സാധാരണക്കാരന് പലിശ കൊടുക്കേണ്ട പൈസ എടുത്ത് മേടിച്ചിട്ട് ലോകത്തുള്ള പബ്ലിക് മണി മുഴുവൻ ലൂട്ട് ചെയ്തിട്ട് രാവിലെ ഇവിടെ സാമ്പാർ കൊടുക്കാനായിട്ട് പറഞ്ഞ് ഭക്ഷണം കൊടുക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ അതിന് ഞങ്ങൾ എതിർക്കും. കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള വിവേചനത്തെയോ വിവേചനത്തിനെതിരെ അതിശക്തമായി ഞങ്ങളുടെ മുഴുവൻ അത് കേരളത്തിന് വേണ്ടിയല്ല, അത് പാർലമെന്റിന്റെ സുരക്ഷാ പ്രശ്നമാണ്. 18 എംപിമാർ കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി കേന്ദ്രം മൂലമാണ് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടോ? ബാക്കി എംപിമാരെല്ലാം സസ്പെൻഷൻ. അത് കേന്ദ്രത്തിനെതിരെയുള്ള സമരം. അല്ല, അത് എന്താണ് പാർലമെന്റിന്റെ സുരക്ഷാ ഭീഷണിയുമായി ബന്ധപ്പെട്ട ഇവിടുത്തെ ഭക്ഷണ കമ്മിറ്റി. ഞാൻ തിരിച്ചു വരാം. ഒരു ചെറിയ ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരുമ്പോൾ ആവർത്തിക്കുന്ന ചോദ്യം ഇതാണ്: എവിടെയായിരുന്നു പ്രതിപക്ഷത്തിന്റെ വിയോജിപ്പ് എന്ന മുഖ്യമന്ത്രിയുടെ ചോദ്യം? മറുഭാഗത്ത് നവകേരള സദസ്സ് കൊണ്ട് കേരളത്തിന് എന്ത് ഗുണമുണ്ടായി എന്ന മറു ചോദ്യം. നവകേരള സദസ്സ് 140 മണ്ഡലങ്ങളിലൂടെയും പര്യടനം പൂർത്തിയാക്കുമ്പോൾ ചോദ്യം ഇതാണ്: നവകേരള സദസ്സിന്റെ ബാക്കി പത്രം എന്താണ്? തൃപ്പൂണിത്തുറയിൽ സ്റ്റാച്യു ജംഗ്ഷനിൽ നിന്നും തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തുന്നു. എനിക്കൊപ്പം രാഷ്ട്രീയ അതിഥികളും നമ്മുടെ റിപ്പോർട്ടർമാരും ചേരുന്നു. നമ്മൾ ഇനി കൃഷ്ണദാസ്, നേരത്തെ ഷാ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഷാ പറഞ്ഞത് ഇതാണ്: കേന്ദ്രത്തിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധം UDF നടത്തുന്നില്ല എന്ന വ്യാജ പ്രചരണമാണ് മുഖ്യമന്ത്രി നടത്തുന്നത്. കേന്ദ്രത്തിനെതിരെ പ്രതിഷേധിച്ച 18 എംപിമാരും സസ്പെൻഷനിലാണ്. കേരളത്തിന് വേണ്ടി പല ഘട്ടങ്ങളിൽ UDF എംപിമാർ ശബ്ദം ഉയർത്തിയിട്ടുണ്ട്, UDF സമരം ചെയ്തിട്ടുണ്ട്. എന്താണ് പിണറായി വിജയന് നരേന്ദ്രമോദി എന്ന പേരുച്ചരിച്ച് വിമർശിക്കാൻ ഭയം? അതാണ് ചോദ്യം. ഈ 5 കൊല്ലക്കാലം UDFന്റെ 18 എംപിമാർ ഇവിടെ നിന്ന് പോയിട്ട് ഈ 4.25 കൊല്ലം കഴിഞ്ഞ് ടേം അവസാനിക്കുന്ന ദിവസം ആണ് ഈ പ്രക്ഷോഭവുമായി UDFന്റെ നേതാക്കന്മാർ രംഗത്ത് വന്നത്. അപ്പോഴാണ് അടിയന്തര പ്രമേയവും രാജ്യത്തിന്റെ പ്രശ്നങ്ങളും ചർച്ച ചെയ്യാൻ. എന്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ അവിടെ എന്തെങ്കിലും വിക്രിയകൾ കാണിച്ചാലേ കഴിയൂ എന്നുള്ളത് മാത്രം ഒരു ആത്മാർത്ഥമാണ്. ഒറ്റ കാര്യം എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, ഇപ്പോഴുണ്ടായ മുമ്പ് പ്രശ്നം ഇല്ല, ഉണ്ടാക്കിയിട്ടില്ല എന്നല്ല അർത്ഥം. അന്ന് മുതൽ ഇന്ന് വരെ കോൺഗ്രസും UDFന്റെയും എംപിമാർ പ്രക്ഷോഭത്തിലാണ്. കേരളത്തിന് വേണ്ടി മാത്രമല്ല, ഇന്ത്യയിലെ മതേതര സമൂഹത്തിന് വേണ്ടിയുള്ള പോരാട്ടം. കേരളത്തിന് വേണ്ടിയും പറയും, കേരളത്തിന് വേണ്ടിയും പറയും. അവിടെ വായ്പാ പരിധി കുറച്ചതിൽ പ്രതിഷേധിച്ചോ? ഈ ഫിനാൻസ് കമ്മീഷന്റെ വിഹിതം വെട്ടിക്കുന്നതിൽ പ്രതിഷേധിച്ചോ? മുഖ്യമന്ത്രി അത് ധാരണയാക്കി വെച്ചിരിക്കുന്നു. മുഖ്യമന്ത്രിക്ക് ഫണ്ട് മുഖ്യമന്ത്രിക്ക് ഫണ്ട് വാങ്ങിച്ചു കൊടുക്കേണ്ട ചുമതല പ്രതിപക്ഷത്തിന് കൊടുക്കേണ്ടതുണ്ടോ? അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിയായിട്ട് VD സതീശനെ വെച്ചാൽ പോരെ? വില കുറഞ്ഞ പ്രയോഗമാണ്. മുഖ്യമന്ത്രിക്കാണോ ഈ ഫണ്ട് കൊടുക്കുന്നത്? കേരളത്തിനല്ലേ? ഇവര് കേരളത്തിന്റെ ഭാഗമല്ലേ? പാർട്ടിക്കും ചെറിയ പ്രധാനപ്പെട്ട പ്രശ്നം ഇദ്ദേഹത്തോട് ഈ വക്കീലിനോടും ആവർത്തിച്ച് ചോദിച്ചിട്ടും അദ്ദേഹം സമരത്തിന് തയ്യാറാണ് എന്ന് പറഞ്ഞില്ല. എന്തുകൊണ്ട് പറഞ്ഞില്ല? ഈ യോഗത്തിൽ ഒരു കോൺഗ്രസിന്റെ പ്രതിനിധിനെ അവരെ അടച്ചിട്ടില്ല. UDF സമരം ചെയ്യാൻ തയ്യാറാണ് എന്ന് ഇവിടെ നിന്ന് UDFന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗസ്റ്റ്
യുഡിഎഫിന്റെ പ്രധാന നേതാവാണ് ഞാൻ പറയുന്നത് നമ്മൾ ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുവന്നത്. ഞാൻ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ സംബന്ധിച്ച പ്രശ്നം എന്താണെന്ന് ഇത് നിങ്ങളുടെ അരുൺകുമാർ പോലും വരാൻ തയ്യാറായിട്ടില്ല. ഡോക്ടർ അരുൺകുമാർ ഡിബേറ്റ് ചെയ്യാൻ തയ്യാറല്ല ഇന്ന്. ഇന്ന് മുഴുവൻ ഞങ്ങൾ പറയാൻ തീരുമാനിച്ചാ വന്നിരിക്കുന്നത്. ശരി 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 അല്ലല്ല ഞങ്ങളുടെ വിലപ്പെട്ട അതിഥിയാണ്. പ്രദീപ് ഞങ്ങളുടെ വിലപ്പെട്ട അതിഥിയാണ്. അല്ല, അതുകൊണ്ടാ പറഞ്ഞത്. 27 കൊല്ലം ആയി ഈ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി ഈ ചർച്ചയിലില്ല. ഒരു ഓഡിയൻസിൽ ഒരു UDF-കാരനില്ല. ഡോക്ടർ അരുൺ ചോദിച്ചിട്ട് ആരും വന്നിട്ടില്ല. എന്തുകൊണ്ട് വന്നില്ല? ഈ കേന്ദ്രവിരുദ്ധ സമരത്തിന്റെ ഭാഗമായി നിൽക്കാൻ ഇവർ തയ്യാറല്ലെന്ന്. ഇവർ തയ്യാറാണെന്ന് അഡ്വക്കേറ്റ് ഷാ ഇന്ന് ഇവിടെ നിന്ന് പ്രഖ്യാപിച്ചാൽ അദ്ദേഹം വീട്ടിലെത്തുന്നതിന് മുമ്പ് മുസ്ലിം ലീഗിനെ സുധാകരൻ അമേരിക്കന്ന് പുറത്താക്കും. അത്രത്തോളം ഞാൻ അതുകൊണ്ട് അരുൺകുമാർ അല്ല, ഞാൻ എന്റെ സൗകര്യം അനുസരിച്ച് കോൺഗ്രസ് BJPയുടെ കൂടെ പോകും എന്ന് പറഞ്ഞ സുധാകരനെ പ്രസിഡന്റ് ആക്കി വെച്ചുകൊണ്ടല്ലേ നിങ്ങൾ നടക്കുന്നത്? നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങൾക്ക് ലജ്ജ? മുസ്ലിം ലീഗ് എന്ത് മുഖം വെച്ചുകൊണ്ടാ UDF-നകത്ത് നിൽക്കുന്നത്? എന്ത് മുഖം വെച്ചുകൊണ്ടാ ഇവിടെ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നു? അതുപോലെ അല്ല, ഈ വിഷയങ്ങൾ മുഴുവൻ ഉണ്ടാകുമ്പോ ഈ രാജ്യത്തെ മതന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ കോൺഗ്രസിന്റെ നിലപാടിനെ ഉപേക്ഷിച്ചുകൊണ്ട് ഉള്ള നിലപാട് സ്വീകരിക്കണ്ടേ? ഞാൻ പറഞ്ഞത് LDF-ലേക്ക് വരണമെന്നല്ല, പക്ഷെ മുഖത്ത് നോക്കി പറയണ്ടേ? പറയാനുള്ള ചങ്കൂറ്റം അവർക്കില്ല. എന്തുകൊണ്ട് സുധാകരനെ പോലെ ഒരാളെ KPCC പ്രസിഡന്റ് 18 UDF MP-മാർ കേന്ദ്രവിരുദ്ധമായിട്ടുള്ള സമരം ചെയ്തതിന്റെ പേരിൽ സസ്പെൻഷനിലാണ് സാർ. എത്രയോ ഘട്ടങ്ങളിൽ നോക്കൂ, കേന്ദ്രത്തിനെതിരെ നരേന്ദ്രമോദിയെ പേരെടുത്ത് വിമർശിച്ചതിന്റെ പേരിൽ, മോദി എന്ന പേര് ഉച്ചരിച്ചതിന്റെ പേരിൽ സസ്പെൻഷനിലായ MP കേരളത്തിൽ നിന്നുള്ളതല്ലേ? ആ MP-യുടെ പേര് രാഹുൽ ഗാന്ധി എന്നല്ലേ? ആ രാഹുൽ ഗാന്ധിയെ അയോഗ്യരാക്കിയത് ഇതേ കേന്ദ്ര സർക്കാരല്ലേ? അത്രത്തോളം ചോദിക്കുന്നത് അങ്ങനെ രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ തലതൊട്ട് അപ്പനായിട്ടുള്ള മറ്റേ രാഹുൽ ഗാന്ധി, ആ രാഹുൽ ഗാന്ധിക്കെതിരെ നടപടി ഉണ്ടായാൽ രാജ്യം മുഴുവൻ പ്രക്ഷോഭത്തിന് UDF-ഉം കോൺഗ്രസും രംഗത്ത് വരണ്ടേ? അതുണ്ടായോ? എന്താ ഉണ്ടാകട്ടെ? മുഖ്യമന്ത്രി പേടിക്കുന്നത് പോലെ രാഹുൽ ഗാന്ധി പേടിക്കുന്നതാണോ നിങ്ങൾ ധരിച്ചിരിക്കുന്നത്? രാഹുൽ ഗാന്ധി അതിനെ ഫേസ് ചെയ്തു. രാഹുൽ ഗാന്ധി മീഡിയ ഫേസ് ചെയ്തു. രാഹുൽ ഗാന്ധി കോടതിയെ ഫേസ് ചെയ്തു. സമരത്തിന്റെ ഭാഗമായിട്ടാണ് ഷായുടെ ചോദ്യം വളരെ ക്ലിയർ ആണ്. രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയെ പേരെടുത്തു തന്നെ പറഞ്ഞു വിമർശിക്കുന്നു. അമിത്ഷായെ പേരെടുത്തു പറഞ്ഞു വിമർശിക്കുന്നു. മുഖ്യമന്ത്രി അങ്ങനെ പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കുന്നില്ല എന്നാണ്. അമിത്ഷായുടെ മുഖത്ത് നോക്കി പറഞ്ഞ ഞാൻ പറയട്ടെ, കേരളത്തിലെ സഖാക്കളെ സമരത്തിന് സജ്ജരാക്കി കഴിഞ്ഞ ഇത്രയും കാലത്തിനിടയ്ക്ക് കേന്ദ്ര സർക്കാരിനെതിരെ നിങ്ങളുടെ പാർട്ടിയെ കൊണ്ടൊരു സമരം നടത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. കേരളത്തിലും ഇന്ത്യയിലും നിരന്തരമായ പ്രക്ഷോഭത്തിലാണ് ഞങ്ങൾ. ഈ നവകേരള സദസ്സിന്റെ ഭാഗമാണ്. ഈ നവകേരള സദസ്സ് നവകേരള സദസ്സിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു പ്രതിഭ എന്റെ ഒറ്റ ചോദ്യം, നവകേരള സദസ്സിന്റെ ഉദ്ദേശം ഈ കേരളത്തിന്റെ ഭാവി വികസനം. രണ്ട്, ഈ കേരളം ഇന്ന് അനുഭവിക്കുന്ന സാമ്പത്തികമായി കേന്ദ്ര ഗവൺമെന്റിന്റെ നടപടികളുടെ ഭാഗമായി അനുഭവിക്കുന്ന സാമ്പത്തിക പ്രയാസങ്ങൾ. നിങ്ങളുടെ ലക്ഷ്യം ഇതുവരെ ചെയ്ത പ്രവർത്തനങ്ങൾ അതിനെക്കുറിച്ച് ജനങ്ങളോട് പറയാം. ഇനി ജനങ്ങളുടെ അഭിപ്രായം സ്വീകരിക്കാൻ, ജനങ്ങളുടെ പരാതി സ്വീകരിക്കാൻ, ഇതല്ലാതെ കേന്ദ്ര സർക്കാർ അല്ലല്ല അവരുടെ പ്രശ്നം നേട്ടങ്ങളെ കുറിച്ച് പറയുക, പ്രതികരണം അറിയുക. ഇനി ഞാൻ പറയാം, ഇതാണ് 3 ലക്ഷ്യങ്ങളാണ് ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ. ജനങ്ങളുടെ പ്രതികരണം, ജനങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള പ്രതികരണങ്ങൾ എടുക്കുന്നു, ജനങ്ങളുടെ പരാതികൾ സ്വീകരിക്കുന്നു. ഇത് ഈ 3 കാര്യം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചോട്ടെ, ഈ 3 കാര്യം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഈ കോടിക്കണക്കിന് രൂപ പിരിച്ചിട്ട് ഓരോ ജില്ല സ്ഥലത്തും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഈ പണി ചെയ്യുന്നതിന് നിങ്ങളുടെ കൺസൾട്ടന്റ് പറഞ്ഞ് ജോലി എടുക്കുന്നതിന് പകരം, അല്ല ഞാൻ പറയട്ടെ, നിങ്ങളാ വിശ്വസിച്ച് കാണാം. അരുൺ ഇത്രയും ഡോക്ടറേറ്റ് എടുത്ത
ഇതിലൊരു ഇലക്ഷൻ കൺസൾട്ടന്റിനെ കണ്ടില്ല. പറയട്ടെ, പക്ഷെ അപ്പുറത്തെ കനകോലുവിനെ കാണുന്നുണ്ട്. ഞാൻ മുഖ്യമന്ത്രി ഇരിക്കുന്ന കസേരയ്ക്ക് ചുറ്റും രണ്ട് കസേര വെച്ച് രണ്ടുപേരാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖന്മാരായ കോർപ്പറേറ്റുകൾ അവിടെ ഇരിക്കണം. മുഖ്യമന്ത്രി ഡയറക്ട് ചർച്ച അവരാണ് നടത്തുന്നത്. അതിനുശേഷം ബാക്കി സ്ഥലങ്ങളിൽ ഇരിക്കേണ്ട ആരാണ് തീരുമാനിക്കുന്നത്. അതിന്റെ ക്യാമറ എവിടെ വെക്കണം തീരുമാനിക്കും. പറയട്ടെ അതിന്റെ ക്യാമറ എവിടെ വെക്കണം തീരുമാനിക്കുന്നു. ഏത് വിശ്വസിച്ച് ഇതെല്ലാം തീരുമാനിച്ചു. കോൺഗ്രസിന് ഇവിടെ ഭരണം നഷ്ടപ്പെടേണ്ട സാഹചര്യം ഒരു മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു. അതായത് 7 വർഷങ്ങൾക്ക് മുമ്പ് എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ ഭരണം ഇവിടെ നഷ്ടപ്പെടേണ്ട സാഹചര്യം ഉണ്ടായത്? സാഹചര്യം ഉണ്ടായതിന്റെ കാരണം ഇവിടുത്തെ BJP ഇവർക്കെതിരെ സമരം ചെയ്ത് എന്തിനാ? പെട്രോൾ ഡീസൽ വില വർധനയെതിരെ പ്രതികരിച്ചവരാ അവര് പ്രതികരിച്ചു. അപ്പൊ അങ്ങനെ വന്നപ്പോ ഇവരുടെ പ്രധാനമന്ത്രി രാജിവെക്കേണ്ട സ്ഥിതിയൊക്കെ ഉണ്ടായില്ലേ? അപ്പൊ അതുകൊണ്ട് പ്രധാനമന്ത്രി ഇവരുടെ കോൺഗ്രസിനെതിരെ സമരം ചെയ്തു. അത് കാളവണ്ടി കെട്ടിവലിച്ചു, ബൈക്ക് ചെയ്തില്ലേ? അങ്ങനെയല്ല ഇവരുടെ ഭരണം പോയത്. ഇവരെന്തുകൊണ്ട് ഇത്ര ഈ 7 വർഷക്കാലം ഇവര് പ്രതികരിച്ചിട്ടില്ലല്ലോ? എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? നിങ്ങൾ പെട്രോളിന് വില വർദ്ധിച്ചിട്ട് നിങ്ങൾ ഒരു കാളവണ്ടിയോ സൈക്കിളോ ഒക്കെ മുമ്പ് ഒരു പ്രതിഷേധം നടത്തണ്ടായിരുന്നു. വില വർധനയ്ക്കെതിരെയുള്ള സമരങ്ങൾ രാജ്യത്തൊട്ടുക്ക് കോൺഗ്രസ് നടത്തിയതാണ്. കേരളത്തിൽ നടത്തിയത് ഷാഫി പറമ്പിലെ യൂത്ത് കോൺഗ്രസിന്റെ പെട്രോൾ വില വർധനയെതിരെയുള്ള സമരത്തെ കുറിച്ച് കണ്ടില്ല എന്ന് നടിക്കണം തീരുമാനിച്ചാൽ 140 മണ്ഡലങ്ങളിലെയും നവകേരള സദസ്സിന്റെ പര്യടനം പൂർത്തിയായിരിക്കുന്നു. ഒരു കാര്യം ഉറപ്പാണ്, ശരാശരി 7000-നും 10,000-നും ഇടയിൽ, ശരാശരി ചിലയിടങ്ങളിൽ 20,000 ഉണ്ട്, ചിലയിടങ്ങളിൽ 5,000-ൽ താഴെയും എത്തിയിട്ടുണ്ട്, ആളുകൾ എത്തിയിട്ടുണ്ട് നവകേരള സദസ്സിൽ. അത്രയും വലിയൊരു ആൾക്കൂട്ടത്തെ ഈ 140 മണ്ഡലങ്ങളിലും സംഘടിപ്പിച്ചാണ് ഇന്ന് നവകേരള സദസ്സ് യാത്ര അവസാനിപ്പിച്ചിരിക്കുന്നത്. അതൊരു വലിയ പൊളിറ്റിക്കൽ പ്രചരണം തന്നെയാണെങ്കിൽ അത് LDF വിജയിച്ചു എന്നത് തന്നെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അരുൺ, ഈ യാത്രയുടെ എനിക്ക് തോന്നുന്നു ഞങ്ങൾ തുടക്കം മുതലുണ്ട്. അരുണിന് മനസ്സിലായി കാണും, ഈ യാത്രയുടെ തുടക്കം മുതൽ ഈ യാത്രയിലേക്ക് ആളുകൾ വന്നിട്ടുള്ളതിന്റെ രീതി രാഷ്ട്രീയ പ്രചരണമാണ്, രാഷ്ട്രീയ സംഘാടനമാണ്. അല്ല, രാഷ്ട്രീയ സംഘാടനമാണ്, രാഷ്ട്രീയ പ്രചരണമാണ്. ഇതൊക്കെയാണ് ഇതൊരു സർക്കാർ പരിപാടി എന്നുള്ള നിലക്കാണ് നടക്കുന്നത്. അതിൽ പ്രധാനമായും സ്കൂൾ വിദ്യാർത്ഥികൾ, കുടുംബശ്രീയിലെ വിദ്യാർത്ഥി കുറച്ചേ ഉള്ളൂ കേട്ടോ. അല്ല, ഞാനൊന്ന് പറഞ്ഞു, 2-3 സ്ഥലങ്ങളിലേ ഉള്ളൂ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. വസ്തുതാവിരുദ്ധമല്ല. കോടതി തടഞ്ഞതാണ്. അതുപോലെ തന്നെ കുടുംബശ്രീയിൽ ജോലി ചെയ്യുന്ന ആളുകൾ, അധ്യാപകർ, അനധ്യാപകർ, സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ആളുകൾ, ഇവരാണ് പ്രധാനപ്പെട്ട ഇതിന്റെ കേൾവിക്കാർ എന്ന് പറയുന്ന ആളുകൾ, അല്ലെങ്കിൽ അത് സദസ് എന്ന് പറയുന്ന ആളുകൾ. അതുകൂടാതെ ഇടതുപക്ഷത്തിന്റെ ജനങ്ങളും പൊതുജനങ്ങളും എല്ലാവരും വന്നിട്ടുണ്ടാവും. പക്ഷേ ഈ യാത്ര തുടങ്ങിയത് കേന്ദ്ര വിരുദ്ധമായിട്ടുള്ള നിലപാടുകളുടെ ഭാഗമായിട്ടായിരുന്നു ഈ യാത്ര തുടങ്ങിയത്. പക്ഷേ യാത്ര അവസാനിച്ചത് എവിടെയാണ്? ശ്രീമാൻ സജി ചെറിയാൻ ഒരു സമൂഹത്തെ മുഴുവൻ അടച്ചാക്ഷേപിച്ചു. ഞാനൊന്ന് പറയട്ടെ, ഈ യാത്രയുടെ അവസാനം ഇന്ന് നടക്കുമ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട ചർച്ച എന്താ? റിപ്പോർട്ടർ ചാനലിന്റെ അടക്കമുള്ള ഇന്നത്തെ പ്രധാനപ്പെട്ട ചർച്ച എന്താ? നിങ്ങളുടെ ചർച്ചാ വിഷയമാണോ അല്ലോ എന്നുള്ളത് കേരളം ചർച്ച ചെയ്യുന്ന വിഷയം അതാണ്. ആണ് അതൊരു പ്രധാനപ്പെട്ട വിഷയം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഈ യാത്രയിൽ അങ്ങോളം ഇങ്ങോളം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങളിൽ പകുതിയിലധികം ദിവസങ്ങൾ പോയിട്ടുള്ള എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ബഹുമാനപ്പെട്ട ഗവർണറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യുദ്ധപ്രഖ്യാപനമായിരുന്നു. ഈ യാത്ര ഏതാണ്ട് കോഴിക്കോട് എത്തുന്നതിന് മുൻപ് മുതൽ തുടങ്ങിയ പ്രശ്നങ്ങൾ ഏതാണ്ട് കൊല്ലത്ത് അവസാനിക്കുന്ന സമയത്ത് പോലും ആ വിഷയങ്ങൾ തന്നെയാണ് സജീവമായിട്ട് നിന്നിട്ടുള്ളത്. അപ്പൊ ഈ യാത്ര വിജയമാണോ ഇല്ലയോ എന്ന് പറയുന്നത് LDF ആണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ യാത്രയിൽ പ്രധാനമായും ഉന്നയിച്ചിട്ടുള്ള 2 വിഷയങ്ങളാണ്. ഒന്ന് കേന്ദ്ര വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ, മറ്റൊന്ന് ഗവർണർക്കെതിരായിട്ടുള്ള പ്രതിഷേധം. ഈ 2 വിഷയങ്ങളാണ് യാത്രയുടെ ചർച്ചയുടെ ഭാഗമായി പൊതുജനങ്ങൾ ചർച്ച ചെയ്തത്. മൂന്നാമത് സജി ചെറിയാന്റെ പ്രസ്താവന. ഇതാണ് വിജയമല്ലേ? അല്ലെ, ആദ്യത്തെ 2 ചർച്ച ചെയ്തിട്ട് അതിന്റെ പ്രയോജനമായി നേരത്തെ ചോദിച്ചത് 6.5 ലക്ഷം പരാതി കിട്ടിയതിൽ ഏതെങ്കിലും ഒരെണ്ണം മോഡി സർക്കാരിനെതിരായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ സർക്കാർ പുറത്തുവിടട്ടെ. അതൊരു പ്രധാനപ്പെട്ട കാര്യം. 2, ഈ യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ 20 മന്ത്രിമാർ യാത്ര ചെയ്തു. അവരുടെ ഏതെങ്കിലും വകുപ്പുകളിൽ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് പണം കിട്ടാത്തത് കൊണ്ടാണ് അവരുടെ വകുപ്പിന്റെ പദ്ധതി നടക്കാത്തത് എന്ന് ഏതെങ്കിലും ഒരു പൊതുജനമോ ഏതെങ്കിലും ഈ കേരളത്തിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളുടെ മുഴുവൻ യാത്ര ചെയ്തിട്ടാണല്ലോ യാത്ര വന്നത്. ബ്ലോക്ക് പഞ്ചായത്തുകൾ, ജില്ലാ പഞ്ചായത്തുകൾ, ഗ്രാമപഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ, ഏതെങ്കിലും ഒരു കോർപ്പറേഷൻ, ഉദാഹരണത്തിന് ശ്രീ പ്രദീപ് അടക്കം ഏതെങ്കിലും ഒരാൾ കേന്ദ്ര പദ്ധതിയുടെ വിഹിതം കിട്ടാത്തത് കൊണ്ടാണ് ഞങ്ങളുടെ ത്രിതല പഞ്ചായത്തിൽ പദ്ധതി നടപ്പാക്കാത്തത് എന്നൊരു പരാതി മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ടോ? മന്ത്രിമാർക്ക് കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രി പുറത്തുവിടട്ടെ. ഞാൻ പറയട്ടെ, അങ്ങനെ ഉണ്ടെങ്കിൽ അത് പുറത്തുവിടട്ടെ. അതൊരു കാര്യം. ഇനി മറ്റൊന്ന്, ഈ യാത്ര തുടങ്ങിയ സമയം മുതൽ ഈ ഗവൺമെന്റ് ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങളെല്ലാം തന്നെ ജനങ്ങളുമായി നേരിട്ട് ബന്ധമുള്ളതല്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം
കേന്ദ്ര ഗവൺമെന്റിനെതിരെ 131 അനുച്ഛേദ പ്രകാരം സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതായിരുന്നു ഈ യാത്രയുടെ പകുതി ആയപ്പോഴത്തേക്ക് വന്നൊരു പ്രധാനപ്പെട്ട വാർത്ത. അരുണിന് അറിയാവുന്നതാണ്. ആ വാർത്ത ചർച്ച ചെയ്യുമ്പോൾ അതിന്റെ കേസ് ബഹുമാനപ്പെട്ട കോടതിയിൽ വന്നിട്ടില്ല. അതിന്റെ അടിസ്ഥാനപരമായ വിഷയം എന്തായിരുന്നു? കേരളത്തിന് കിട്ടാനുള്ള ഫണ്ട് കിട്ടിയിട്ടില്ല. അതാണ് അവരുടെ കേന്ദ്ര വിരുദ്ധ പ്രചരണത്തിന്റെ പ്രധാനപ്പെട്ട അടിസ്ഥാനം. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ എന്നുള്ളത് ബഹുമാനപ്പെട്ട കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിക്ക് കത്തെഴുതിയാൽ കിട്ടുന്ന റിപ്പോർട്ടാണ്. അതിനുവേണ്ടി കേരള യാത്രയുടെ ആവശ്യം എന്താ? ഒരാവശ്യവുമില്ല. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ അക്കമിട്ട് നിരത്തിക്കൊണ്ട് സിയാൻഡേജ് പറഞ്ഞിട്ടുണ്ടല്ലോ. കേരളത്തിൽ 28,284 കോടി രൂപയാണ് വിവിധ വകുപ്പുകളിൽ ടാക്സ് ഇനത്തിൽ പിരിക്കാൻ വേണ്ടിയിരിക്കുന്നത്. അപ്പൊ കേരളത്തിലെ KSEBിക്കും കേരളത്തിലെ വാട്ടർ അതോറിറ്റിക്കും അടക്കമുള്ള ആളുകൾക്ക് കിട്ടാനുള്ള കുടിശ്ശിക നിരവധി അതായത് കേരളം നവകേരള സദസ്സിലൂടെ ഉന്നയിച്ച ചോദ്യങ്ങൾക്കെല്ലാം മറുപടി കേന്ദ്രം പറഞ്ഞിട്ടുണ്ട് എന്നതാണ് BJPയുടെ പക്ഷം. ഇനി നമ്മൾ തിരിച്ചു വരുമ്പോൾ ജനങ്ങളുടെ പ്രതികരണങ്ങൾ കൂടി എടുക്കുന്നു. ജനസഭ തൃപ്പൂണിത്തറയിൽ സ്റ്റാച്യു ജംഗ്ഷനിൽ നിന്നുമാണ് തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. 140 മണ്ഡലങ്ങളിലൂടെയും നവകേരള സദസ്സിന്റെ പര്യടനം പൂർത്തിയാകുമ്പോൾ കേരളം ചോദിക്കുന്ന ചോദ്യം ബാക്കി പത്രം എന്ത്? പരാതി കൊടുത്തൊരു ചെറുപ്പക്കാരൻ നമുക്കൊപ്പം ഉണ്ട്. എന്താ പേര്? സാർ എൻ്റെ പേര് ദിവിൻ എന്നാണ്. എന്താ സംഭവം നിങ്ങളുടെ പരാതി? സാർ ഞങ്ങളിത് പ്രതിഷേധമായിട്ടല്ല, എന്നാലും ഞങ്ങൾ പ്രത്യാശയുടെ ആശങ്കയുടെ സ്വരമാണത്. സാർ ഞങ്ങളുടെ 536/2019 റാങ്ക് ലിസ്റ്റ്, ഒരു വർഷത്തെ റാങ്ക് ലിസ്റ്റ്, ആ ഒരു വർഷത്തെ റാങ്ക് ലിസ്റ്റിലേക്ക് ഞങ്ങൾക്ക് എത്താൻ വേണ്ടി എടുത്ത സമയം 4 വർഷമാണ്. മൊത്തം 5 വർഷം. ഈ 5 വർഷത്തിന്റെ കാത്തിരിപ്പ് തീരാനുള്ളത് ഇനി 100 ദിവസം. ഈ 100 ദിവസത്തിനുള്ളിൽ ഞങ്ങൾക്ക് നിയമനം കിട്ടാനുള്ളത് 10,000-ഓളം ഉദ്യോഗാർത്ഥികൾ കേരളം മൊത്തം. വേക്കൻസി ഉണ്ട് സാർ. 7ഓളം ഫയലുകൾ പാസ്സാകുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾ കൊടുത്ത പരാതികൾ ചെന്നെത്തുന്നത് അത് ഒരിക്കലും ഗവൺമെന്റ് ഞങ്ങൾ കുറ്റം പറയാനല്ല. ചില ഉദ്യോഗസ്ഥരുടെ പിഴവ് കൊണ്ടാവാം, അല്ലെങ്കിൽ അറിയാതെ പറ്റുന്നതാവാം. ആഭ്യന്തര വകുപ്പിന് വെച്ച പരാതികൾ മൊത്തം എത്തുന്നത് ഭക്ഷ്യവകുപ്പിനും സൈനിക വെൽഫെയർ അസോസിയേഷനേക്കാണ്. സാർ ഞങ്ങളുടെ 100 ദിവസമുള്ള ഞങ്ങളുടെ എത്ര പരാതി കൊടുത്തിട്ടുണ്ടാവും? ഏകദേശം 25,000 അടുത്തെങ്കിലും. 25,000-ഓളം പരാതികൾ നവകേരള സദസ്സിൽ മാത്രം കൊടുത്തു. കേരളം മൊത്തം കൊടുത്തു. അപ്പൊ 6 ലക്ഷം പരാതി 25,000 ഞങ്ങളുടെയാണ്. അപ്പൊ അതിനുള്ള ഏറ്റവും വലിയൊരു പോൺ വഴി 530/2019 മാക്സിമം നിയമനം നടത്തുക എന്ന് മാത്രമാണ്. പക്ഷെ അത് 100 ദിവസത്തിനുള്ളിൽ എത്രത്തോളം ഞങ്ങൾക്ക് ആശങ്കയാണ്. ഞങ്ങൾക്ക് എന്താ മറുപടി കിട്ടിയിരിക്കുന്നത്? സാർ മറുപടി ഈ 45 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഇതിന്റെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ കൈമാറിയിട്ടുണ്ട്. ഈ ഡിപ്പാർട്ട്മെന്റിന്റെ പേരാണ് ഭക്ഷ്യവകുപ്പും സൈനിക വെൽഫെയർ അസോസിയേഷൻ. കൈമാറേണ്ട സാറ് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ എന്തുകൊണ്ട് എത്തുന്നില്ല അവിടെ വരെ യഥാർത്ഥ കൈകളിൽ എത്താൻ വേണ്ടി ഞങ്ങൾ ഇന്നും കൊടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രി സാറിന്റെ കൈകളിൽ എത്താൻ വേണ്ടി ഞങ്ങൾ അവിടെ എത്തുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾ ഇപ്പോഴും കൊടുക്കുന്നത്. അപ്പൊ അത് ഇന്നും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഞങ്ങൾ എത്രത്തോളം വലിയൊരു ആശങ്കയാണെന്ന് മനസ്സിലാക്കി. മറുപടി കൃഷ്ണപ്രസാദ് പറയട്ടെ. അതിന് മുമ്പ് ഒരു പ്രതികരണം കൂടി പറഞ്ഞാട്ടെ. ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ. നവകേരള സദസ്സ് ബാക്കി പത്രം എന്താണ്? പ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷയുണ്ട്. ഈ ചർച്ചയിൽ ഉന്നയിച്ച 2 ചോദ്യങ്ങളാണ്. ഒന്ന്, പ്രതിപക്ഷം എന്തിനാണ് വിയോജിക്കുന്നത്? എന്തിനാണ് വിയോജിപ്പെന്ന് ഇതുവരെ അവർക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്തിനാണ് വിയോജിപ്പ്? എന്താണ് രീതി? ഈ 10,000-കണക്കിന് ജനങ്ങൾ അണിനിരന്ന ഈ മഹാസമ്മേളനത്തോടാണ് ഇവർക്ക് വിയോജിപ്പ്. 10,000-കണക്കിന് ജനങ്ങൾ വന്ന് അവരുടെ ആശങ്കകൾ ഈ സർക്കാരിന് മുമ്പിൽ പറയുകയാണ്. ഈ നവകേരള സദസ്സ് ബാക്കി വെച്ച് ബാക്കി പത്രം 3 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, സർക്കാർ ഈ 7 വർഷം കൊണ്ട് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ, അതിൽ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കുക. ഇതാണ് പ്രഭാത യോഗം. ഏലൂരിൽ പറയട്ടെ, ഈ ഏലൂര് നഗരസഭയിലെ ഹരിതകർമ്മ സേനാംഗം വിജയലക്ഷ്മി അവർ ഈ പ്രഭാത യോഗത്തിൽ പങ്കെടുത്തു. അങ്ങനെയുള്ള ആളുകളാണ് ഈ പ്രഭാത യോഗത്തിൽ പങ്കെടുക്കുന്നത്. പ്രഭാത യോഗത്തിൽ ഇവർ ഒരാൾ പോലും പങ്കെടുത്തിട്ടില്ല. വീഡിയോ ഒക്കെ കണ്ട് വായി തോന്നിയൊക്കെ പറയാം. പക്ഷേ ഈ നമ്മളൊരു പൊതുവേദിയിൽ നിൽക്കുമ്പോൾ മാന്യമായി സംസാരിക്കാൻ തയ്യാറാകണം. അറിയാത്ത കാര്യങ്ങൾ പറയരുത്. പ്രഭാത യോഗത്തിൽ പങ്കെടുത്ത ഒരു ലീഗിന്റെ സംസ്ഥാന കൗൺസിൽ അംഗമുണ്ട്. അദ്ദേഹത്തോട് ചോദിക്കൂ, അദ്ദേഹം പറഞ്ഞു തരും എന്താണ് പ്രഭാത യോഗത്തിൽ നടന്നതെന്ന്. ഇനി രണ്ടാമത്തെ കാര്യം, കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണന കൊടിയ അവഗണനയാണ്. ഇപ്പൊ ഇദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, 3.5% നമുക്ക് വായ്പാ പരിധിയുണ്ട്. 0.5%. പിന്നെ അതെല്ലാം വെട്ടിച്ചുരുക്കി 1.5 ചുരുക്കി. എന്താ 1.5 ചുരുക്കിയത്? ആയിക്കോട്ടെ, ഫിനാൻസ് കമ്മീഷന്റെ ഗ്രാന്റ് 3.8, അത് 1.9 ചുരുക്കി. ഇങ്ങനെ കേരളത്തിന് കിട്ടാനുള്ള 61,000 കോടി രൂപയെ കുറിച്ചാണ് കേരളത്തിലെ സർക്കാർ ഈ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ കാര്യം കേൾക്കാനാണ് ഈ നാട്ടിലെ ജനങ്ങൾ തടിച്ചുകൂടിയത്. മൂന്നാമത്തെ കാര്യം, ഈ മഹാജനസംഖ്യ മുഖ്യമന്ത്രി സംസാരിച്ച് പകുതി ആൾക്കാരൊക്കെ എഴുന്നേറ്റ് പോകുന്നുണ്ടല്ലോ. എങ്ങനെ എഴുന്നു പോകുന്നു? അവർ രാവിലെ അവർ അനേകം സമയം മണിക്കൂറുകളോളം ചെലവഴിച്ച ആളുകളാണ്. നേരത്തെ വന്ന ആളുകൾ നേരത്തെ വീട്ടിൽ പോകാൻ അവർക്ക് പോകാൻ പാടില്ലേ? അല്ല, നേരത്തെ വീട്ടിൽ പോകാൻ പാടില്ലേ? നിങ്ങൾ എന്ത് ചോദിക്കുന്നത്? മുഖ്യമന്ത്രിയുടെ പ്രസംഗമൊക്കെ കേട്ടിട്ട് തന്നെയാണ് അവർ പോകുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേട്ടു, അവരുടെ പരാതി കൊടുത്തു. അവർ വരുന്ന മൂന്നാമത്തെ ഒരു കാര്യം,
പരാതി കൊടുക്കുകയാണ്. ഇപ്പൊ കേന്ദ്ര സർക്കാരിനെതിരെ പരാതി ഉണ്ടോ? കേന്ദ്ര സർക്കാരിനെതിരെ, കേരള സർക്കാരിനെതിരെ അല്ല പരാതി. പരാതി വ്യക്തിപരമാണ്. വ്യക്തിപരമായ വിഷയങ്ങളെ സംബന്ധിച്ച് പരാതിയാണ് പരിഹരിക്കാൻ പോകുന്നത്. കൃഷ്ണപ്രസാദ് മറുപടി. നേരത്തെ CPI ഉദ്യോഗാർത്ഥി പറയുന്നത് കേട്ടില്ലേ? ഒരു കാര്യം കൂടി പെട്ടെന്ന് ചുരുക്കി. അയോധ്യ ക്ഷേത്ര നിർമ്മാണം ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം. അയോധ്യ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സോണിയാഗാന്ധി പങ്കെടുക്കുകയാണ്. ലീഗിന്റെ പ്രതിനിധി ഇവിടെ ഉള്ളതുകൊണ്ട് പങ്കെടുക്കുമെന്ന് നിശ്ചയമായിട്ടില്ല. ലീഗിന്റെ പ്രതിനിധിക്ക് എന്താ അഭിപ്രായം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ലീഗിന്റെ പ്രതിനിധി വന്നുകൊണ്ട് പറഞ്ഞു അത് രാഷ്ട്രീയ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. വിളിച്ചാൽ പോകണം വേണ്ടത് ആ പാർട്ടി തീരുമാനിക്കും. സോണിയാഗാന്ധി പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ലീഗിന്റെ പ്രതിനിധിക്ക് അഭിപ്രായം എന്താ? സോണിയാഗാന്ധി സോറി മാറിപ്പോയി. പ്രദീപ് കുമാർ നേരത്തെ CPO ഉദ്യോഗാർത്ഥി പറഞ്ഞത് ഒരു നിമിഷം അത് വിടൂ. അയോധ്യ വിടൂ. കേരളത്തിലേക്ക് വരും. ഒരു നിമിഷം പ്ലീസ്. ശരി. ആ ഉദ്യോഗാർത്ഥി ഉന്നയിച്ചിട്ടുള്ള അവരുടെ വളരെ വേദനാജനകമായ ഒരു അവസ്ഥയെ സംബന്ധിച്ചാണ് അവർ പറഞ്ഞത്. അത് ന്യായമായും ഈ കേരളത്തിലെ ഗവൺമെന്റ് പരിഗണിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ വർഷം തന്നെ 32,867 പേരെയാണ് PSC വഴി കേരളത്തിൽ നിയമിച്ചത്. 32,867 പേരെ ഈ ഒറ്റ വർഷം 2023 അല്ല, ചിരിച്ചത് ആകെയുള്ള കിട്ടിയ അപേക്ഷകളെ സംബന്ധിച്ച് ഇദ്ദേഹം പറഞ്ഞു 25,000 പരാതികൾ. ടോട്ടൽ PSC അപ്പോയിന്റ്മെന്റ് 25,000 പരാതി കൊടുത്തു എന്ന് പറഞ്ഞാൽ കേരളം മുഴുവൻ 25,000 പരാതി കൊടുത്തു എന്ന് പറഞ്ഞാൽ എത്ര അപേക്ഷകർ ബാക്കിയുണ്ട്? പ്ലീസ് ഞാൻ പറയട്ടെ അങ്ങനെ 32,867 പേരെ PSCയിൽ ഈ 2023 നിയമിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ കേന്ദ്ര ഗവൺമെന്റ് റെയിൽവേ നിന്നും പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്നും ആളുകളെ കൂട്ടടക്കം പുറത്താക്കിക്കൊണ്ടിരിക്കുക. അവരെല്ലാവരും ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാ പൊതുമേഖലയും വിറ്റുകൊണ്ടിരിക്കുക. ഇനി ഞാൻ ഈ ചർച്ചയ്ക്ക് ഒരുപാട് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയാം. ഈ പിന്നെ നവകേരള സദസ്സിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മലാ സീതാരാമൻ കേരളത്തിൽ വന്ന് ജനങ്ങളോട് മാപ്പ് പറഞ്ഞ് പ്രസംഗിക്കേണ്ട സ്ഥിതി ഉണ്ടാക്കിയത്. അതെ, കേരളത്തിന് കൊടുക്കാനുള്ള വിഹിതത്തെ സംബന്ധിച്ചുള്ള മറുപടി പറയാൻ നവകേരള സദസ് കൊണ്ട് കിട്ടിയ പ്രയോജനം കേരളത്തിലെ ജനങ്ങൾക്ക് ജീവൻ രക്ഷാ പ്രവർത്തനം എന്താന്ന് മനസ്സിലായിട്ടുണ്ട്. ഇപ്പൊ കോലഞ്ചേരി യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലി ഒതുക്കി ഓഫീസ് അടിച്ച് തകർത്തിട്ടുണ്ട്. ഇതാണ് ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇതാണ് ഇവർ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുകയും ജനങ്ങളെ തല്ലി ഒതുക്കുകയും ചെയ്യാണ്. മരത്തിൽ സംഭവിച്ചു. ഞങ്ങൾ എന്താ ചെയ്തത്? SFIക്കാർ ചെയ്ത എന്താ? കരിങ്കോടി വീശി കാണിക്കുക. അപ്പൊ ഗവർണർ ഗുണ്ടയെ പോലെ ഇറങ്ങി വരികയാണ്. അല്ല ഇന്ന് സംഭവിച്ച സംഭവം എന്താണ്? എന്റെ നാട്ടുകാരൻ പ്രവീൺ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് ഒറ്റയ്ക്ക് മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് മുമ്പിലേക്ക് ചാടി ഇറങ്ങി വന്ന് അയാളെ പോലീസ് പിടിച്ചോണ്ട് പോയി. അയാൾക്കെതിരായി പക്ഷേ ഈ DCC പ്രസിഡന്റിനെതിരെ കലാപോഹനത്തിന് കേസെടുക്കാൻ പോവാ. ഇന്നലെ എന്താ അവിടെ കാണിച്ചു കൂട്ടിയത്? 2.5 മണിക്കൂർ 2.5 വെളുപ്പിന് 2.5 മണി വരെ സർവ്വസാധാരണമല്ല ഈ സംഭവം. ഒരു പ്രതിയെയും ഒരു കോൺഗ്രസ് നേതാവ് കൊണ്ടുപോയില്ല. നവകേരള സദസ്സിന്റെ യാത്ര 140 മണ്ഡലങ്ങളിലൂടെയും പൂർത്തിയാകുമ്പോൾ കേരളം ചോദിക്കുന്ന ചോദ്യം എന്തുണ്ട് ബാക്കി വെക്കാൻ എന്നാണ്. കേരളത്തിന്റെ ഭാവി പ്രതീക്ഷകൾക്ക് വേണ്ടി, ഈ നിഹാലിനെ പോലുള്ള കുഞ്ഞുങ്ങളുടെ നാളത്തെ സ്വപ്നസുന്ദരമായ ജീവിതത്തിന് വേണ്ടി നവകേരള സദസ്സ് എന്തെങ്കിലും മിച്ചം വെക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് കണ്ടറിയണം. അത് 45 ദിവസത്തിനു ശേഷം കണക്കുമായി വീണ്ടും നമ്മളടക്കമുള്ളവരെത്തും. കേരളത്തിന് സർക്കാർ മറുപടി പറയണം. നവകേരള സദസ്സിന്റെ ബാക്കി പത്രം ഇതാണ് എന്ന്. ഈ കുഞ്ഞിന്റെ അടക്കം മുഖത്ത് വിരിയുന്ന പുഞ്ചിരിയായിരിക്കട്ടെ അതിനുള്ള ഉത്തരമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് ജനസഭ തൃക്കാക്കരയിൽ നിന്നും പ്രേക്ഷകർക്കൊപ്പം ചേരുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നന്ദി. ഇനി